ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖം എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2006 ഇറങ്ങിയ ഒരു ജാപ്പനീസ് സൂപ്പർ നാച്ചുറൽ ത്രില്ലർ സിനിമയുടെ കഥയാണ്, ഡെത്ത് നോട്ട്. ഇതേ പേരിൽ ഇറങ്ങിയ ഒരു ജാപ്പനീസ് മാംഗ സീരീസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ കഥ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആകാശമാണ്. നല്ല ഇടിയും മഴയുണ്ട്. സമയം രാത്രിയാണ്. അപ്പൊ ആകാശത്ത് നിന്നും എന്തോ ഒരു സാധനം നേരെ ഭൂമിയിലേക്ക് വന്നു വീണു. അത് നേരെ ചെന്ന് വീഴുന്നത് ജപ്പാനിലൊരു സിറ്റിയിലേക്കാണ്. ഇനിയിപ്പോ താഴേക്ക് വന്ന് വീണതെന്താണ്? അതൊരു പുസ്തകമായിരുന്നു. ഈ പുസ്തകത്തിന്റെ പേര് ഡെത്ത് നോട്ട്. ഈ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ആരുടെ പേരെഴുതിയാലും ഉടനെ തന്നെ അയാൾ മരിക്കും. അങ്ങനെ ആ പുസ്തകം ഇപ്പം ഒരു പയ്യന് കിട്ടി. ആ പയ്യനിപ്പോ ആ പുസ്തകമായിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് അതിലൊരാളുടെ പേരെഴുതാണ്. ഇതേസമയം തന്നെ സിറ്റിയുടെ വേറൊരു ഭാഗത്ത് കുറച്ച് പോലീസുകാർ ഒരു പിടികിട്ടാപ്പുള്ളി ഇങ്ങനെ ഓടിച്ചോണ്ട് വരികയാണ്. ഇവന്റെ പേര് യുസൂക്കി. എന്നാൽ കുറെ ഓടി ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അവനൊരു പെണ്ണിനെ കയറി പിടിച്ചു. മര്യാദയ്ക്ക് എന്നെ വിട്ടു പോകുന്നതാണ് നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പെണ്ണിനെ ഞാൻ ഇപ്പൊ കൊല്ലും എന്നാണ് അവൻ വിളിച്ചു പറയുന്നത്. അതേക്കുന്ന പോലീസുകാർക്കാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് ആ യുസൂക്കിക്ക് എന്തൊക്കെ സംഭവിക്കുന്നത്. അതിനെ തുടർന്ന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അയാൾ മരിച്ചു വീഴാണ്. ഇത് കണ്ട് പോലീസുകാരാണെങ്കിൽ ശരിക്കും അന്തം വിട്ടുപോയി. എന്താണ് ഇപ്പൊ സംഭവിച്ചത്? ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ആ പയ്യൻ ആ പുസ്തകത്തിൽ എഴുതിയിരുന്നത് ഈ യുസൂക്കിയുടെ പേരാണ്. അങ്ങനെ ആ പയ്യൻ ആ പുസ്തകത്തിൽ മറ്റൊരു പേരും കൂടെ എഴുതി. അത് കാറ്റ്സൂയ എന്നായിരുന്നു. ഇനി കാണിക്കുന്നത് ആ കാറ്റ്സൂയനെയാണ്. ഇയാൾ മന്ത്രിസഭയിലെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടറാണ്. പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കുറെ പത്രക്കാരൊക്കെ അയാളുടെ കൂടെ കൂടി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ കുറെ മാഫിയകളുടെ കയ്യിൽ നിന്നും കൈക്കൂലിയൊക്കെ വാങ്ങി. അതിനെ തുടർന്ന് ഇയാളുടെ പ്രവൃത്തി കാരണം കുറെ കുട്ടികളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് ആ പത്രക്കാർ അയാളോട് ചോദിക്കുന്നത്. എന്നാൽ അയാൾ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ അയാൾ കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അയാൾക്ക് ഒരു അറ്റാക്ക് സംഭവിക്കുന്നത്. അതിനെ തുടർന്ന് അയാൾ മരിച്ചു വീണു. അങ്ങനെ അടുത്തായിട്ട് ആ പയ്യൻ പിന്നെ ആ പുസ്തകത്തിലൊരു പേരെഴുതി. മറുവോ എന്നായിരുന്നു അത്. ഇനി കാണിക്കുന്നത് ആ മറുവോനെയാണ്. മറുവോയും അയാളുടെ അച്ഛനും കൂടെ ഇപ്പൊ കോടതിയിൽ നിന്ന് വെളിയിലേക്ക് വരികയാണ്. ഈ മറുവോ കാരണം ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് കോടതി അവന് വെറുതെ വിട്ടു. ഇപ്പൊ അവൻ വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ പാരന്റ്സ് കുറച്ചപ്പുറത്ത് നിന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നുണ്ട്, അവന് വെറുതെ വിട്ടതുകൊണ്ട്. ഇപ്പൊ പത്രക്കാര് അവനടുത്ത് ആ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. എന്നാൽ വളരെ അഹങ്കാരത്തോടു കൂടിയാണ് അവനതിന് മറുപടി പറയുന്നത്. എന്നാൽ അവൻ ആ മറുപടി പറഞ്ഞു കഴിഞ്ഞതും അപ്പൊ തന്നെ അറ്റാക്ക് വന്നിട്ട് അവനും മരിച്ചു വീഴാണ്. ഇതൊക്കെ കണ്ട് അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരോ അവർക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ മരണവാർത്തകളൊക്കെ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ പല ന്യൂസ് ചാനലുകളിലും ഈ മരണങ്ങളെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. നിഗൂഢമായ മരണങ്ങൾ എന്നാണ് അവരിതിനെ വിലയിരുത്തുന്നത്. അങ്ങനെ അവർ റിപ്പോർട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം ഈ മരിച്ച കുറ്റവാളികൾക്കൊന്നും തന്നെ ആരോഗ്യകരമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു മരണമായിരുന്നു. എല്ലാവരും ഹാർട്ട് അറ്റാക്ക് മൂലമാണ് മരണപ്പെട്ടത്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ അവിടെ അരങ്ങേറുമ്പോൾ ഒരു പോലീസുകാരനൊപ്പം ജയിലിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഒരു സെല്ലിനകത്തെ കുറ്റവാളി പെട്ടെന്ന് അറ്റാക്ക് വന്നിട്ട് താഴേക്ക് വീണു. അത് കണ്ട ആ പോലീസുകാരൻ ആ സെല്ല് തുറക്കാൻ പോകുമ്പോൾ അപ്പുറത്തെ സെല്ലിൽ നിന്നും മറ്റൊരു കുറ്റവാളി കൂടെ താഴേക്ക് വീണു. ഇതുപോലെ ആ സെല്ലിൽ കിടക്കുന്ന എല്ലാവരും മരിച്ചു വീഴാണ്. ഇതൊക്കെ കണ്ട ആ പോലീസുകാരനാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊരു എത്തും പിടിയും കിട്ടുന്നുമില്ല. അങ്ങനെ തുടരെയുള്ള മരണങ്ങളായി കഴിഞ്ഞപ്പോൾ ഈ ആരോഗ്യവകുപ്പിലുള്ള ആൾക്കാരൊക്കെ ഒരു മീറ്റിംഗ് കൂടി. ഈ മരണങ്ങൾക്കെല്ലാം കാരണം ഒരു വൈറസ് ആയിരിക്കും എന്നാണ് അവരൊരു കൺക്ലൂഷനിൽ എത്തുന്നത്. മാത്രമല്ല ഒരു പ്രത്യേക കാര്യം കൂടെ അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതുവരെ മരിച്ചവര് ഒന്നുകിൽ അവർ കുറ്റവാളികളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നവരായിരിക്കും, അല്ലെങ്കിൽ പിടികിട്ടാപ്പുള്ളികളായിരിക്കും. ഇങ്ങനെയുള്ളവർ മാത്രമേ മരിക്കുന്നുള്ളൂ. ഇപ്പൊ ഒരു വൈറസ് കാരണമാണ് ഈ മരണങ്ങൾ നടക്കുന്നത് എന്നവർ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഇത് ലോകം മൊത്തം വ്യാപിക്കാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നാണ് അവരിപ്പോൾ ഡിസ്കഷൻ നടത്തുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒരു ന്യൂസ് ചാനലിലിരുന്ന് ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ സിറ്റിയിൽ ഇപ്പോൾ ഒരു ലേഡി ഇറങ്ങിയിട്ടുണ്ട്. ഇവര് ദൈവത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. അവരിപ്പോൾ അവിടെ നിന്ന് മൈക്കിൽ വിളിച്ചു പറയുന്നത് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്തവരൊക്കെയാണ് ഈ കൊല്ലപ്പെടുന്നതെന്നാണ്. കുറച്ച് ആൾക്കാരൊക്കെ അവരുടെ പ്രസംഗം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. കുറച്ച് ആൾക്കാർ ഇപ്പൊ അവരുടെ ഓഫീസിലിരിക്കുകയാണ്. എല്ലാവരുടെ മുമ്പിലും കമ്പ്യൂട്ടർ ഉണ്ട്. ഈ സമയത്താണ് കമ്പ്യൂട്ടറിലൊക്കെ ഒരു മെസ്സേജ് വരുന്നത്. നമ്മൾ ഈ അന്യൻ സിനിമയിൽ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിലേക്ക് മെസ്സേജ് അയക്കാന്ന്. അതുപോലെ ഒരു മെസ്സേജാണ് അവർക്ക് കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങൾക്ക് ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായത്തിന് കിര എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവനൊരു വെബ്സൈറ്റും കൊടുത്തു. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ആ കിര എന്ന പേര് കേട്ടപ്പം കിര ഒരു രക്ഷകനായിട്ട് വന്നിരിക്കുകയാണ് എന്നാണ് ആ കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഇപ്പൊ കിരയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്. അങ്ങനെ ഈ സംഭവങ്ങൾക്ക് ശേഷം ഇപ്പൊ കിര എന്ന പേര് സിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും അറിഞ്ഞു. ഇപ്പൊ ഒരു ന്യൂസ് ചാനല് കുറെ ആൾക്കാരുടെ ഇന്റർവ്യൂ എടുക്കുകയാണ്, ഈ കിര ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചിട്ട്. ചില ആൾക്കാരൊക്കെ കിരയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ കുറച്ച് ആൾക്കാരൊക്കെ കിരയെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അവൻ നിയമം കയ്യിലെടുക്കുകയാണ് എന്നാണ് അവരുടെ അഭിപ്രായം. അങ്ങനെ ഒരു ദിവസം രാത്രി കുറച്ച് ആൾക്കാർ ഇപ്പൊ സിറ്റിയിൽ കൂടിയിരിക്കുകയാണ്. അവിടെ വലിയൊരു TV സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതിലൊരു ന്യൂസ് പറയുന്നത് കേട്ടോണ്ടാണ് ആ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നത്. ആ ന്യൂസിൽ പറയുന്നത് ഒരുത്തരിപ്പോ ഒരു ബാങ്ക് കൊള്ളയടിച്ചു, 4-5 പേരെ അവൻ ഹോസ്റ്റേജസ് ആക്കി വെച്ചിട്ടുണ്ടെന്നാണ്.
അത് കേട്ടുകൊണ്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കുകയാണ് നമ്മുടെ നായകൻ. ഇവന്റെ പേര് ലൈറ്റ് യാഗാമി. ഇവൻ തന്നെയാണ് ഈ കിര എന്ന പേരിൽ അറിയപ്പെടുന്നു. മാത്രമല്ല ഇവന്റെ കയ്യിൽ തന്നെയാണ് ആ ഡെത്ത് നോട്ട് ഇരിക്കുന്നത്. ഇപ്പൊ ആ ന്യൂസ് ചാനലിൽ ആ ബാങ്ക് കൊള്ളയടിച്ച ആളുടെ പേരും ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട്. മാത്രമല്ല അയാളുടെ ഫോട്ടോയും കാണിക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് നോക്കിയതിനു ശേഷം ലൈറ്റ് ഇപ്പൊ അവന്റെ ബുക്ക് എടുത്ത് അയാളുടെ പേര് അവിടെ എഴുതി വെക്കുകയാണ്. അങ്ങനെ ആ പേര് എഴുതി വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ അടുത്ത ന്യൂസ് വന്നു. ആ ബാങ്ക് കൊള്ളയടിച്ച ആൾ അറ്റാക്ക് വന്ന് മരിച്ചു എന്നും പറഞ്ഞിട്ട്. ആ ന്യൂസ് കേൾക്കുമ്പോൾ ഈ ലൈറ്റിന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവമാണ്. അവൻ എന്തോ ഒരു കാര്യം നേടിയതുപോലെ. മാത്രമല്ല ഇനിയും ഒരുപാട് പേരെ അവന് വകവരുത്താനുമുണ്ട്. ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്, ഡെത്ത് നോട്ട്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം നമ്മുടെ നായകൻ ഇപ്പൊ ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനൊരു നിയമ വിദ്യാർത്ഥിയാണ്. ആ കളിക്കുന്നത് നോക്കിക്കൊണ്ട് അവന്റെ ഗേൾ ഫ്രണ്ട് അപ്പുറത്തിരിക്കുന്നുണ്ട്. ഇവളുടെ പേര് ഷിയോറി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ബാസ്കറ്റ്ബോൾ കളിയൊക്കെ കഴിഞ്ഞു. ലൈറ്റിന്റെ ടീമാണ് ജയിച്ചത്. അതിനെ തുടർന്ന് ലൈറ്റ് ഇപ്പൊ ഷിയോരെയും കൂട്ടി അവരുടെ മെസ്സിലേക്ക് ചെന്നു. അവരതിൽ നടക്കുന്ന സമയത്ത് പിള്ളേരെല്ലാം അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് പിള്ളേർ സംസാരിക്കുന്നത് കിരയെ കുറിച്ചാണ്. ആ കൂട്ടത്തിൽ തന്നെ കൂടുതൽ ആൾക്കാരും കിരയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ കണ്ണാടി വെച്ചൊരു പയ്യനുണ്ട് ആ കൂട്ടത്തിൽ. അവൻ മാത്രം കിരയെ എതിർത്താണ് സംസാരിക്കുന്നത്. അവൻ ചെയ്യുന്നൊക്കെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ലൈറ്റ് ഇപ്പൊ അവളെയും കൊണ്ട് അവിടെ ഒരു ടേബിളിലേക്ക് ഇരുന്നു. എന്നിട്ട് അവനിപ്പോ ഷിയോറിയുടെ അടുത്ത് ചോദിക്കുന്നത് നീ എങ്ങനെ കിരയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോന്നാണ്. ഇവയ്ക്ക് ഇതുവരെയായിട്ട് അറിയത്തില്ല ഈ ലൈറ്റ് തന്നെയാണ് കിര എന്നുള്ള കാര്യം. അവന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ അവള് പറയുന്നത് ഞാൻ ഒരിക്കലും കിരയെ സപ്പോർട്ട് ചെയ്യത്തില്ല. അവനീ കൊന്നു കളയുന്നത് കുറ്റവാളികളൊക്കെയാണല്ലോ. എന്റെ അഭിപ്രായത്തിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടേണ്ടത് നിയമം അനുസരിച്ചിട്ടാണ് എന്നാണ് അവള് പറയുന്നത്. എന്നാൽ അതേക്കുന്ന ലൈറ്റ് പറയുന്നത് നീ പറയുന്നത് കറക്റ്റ് ആണ്, പക്ഷെ അതിന് ഇവിടെ ശക്തമായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ വേണം. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതുകൊണ്ട് തന്നെ കിരയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും അവൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ഞാനും ചെയ്യുക. നിനക്കറിയോ ഒരു ദിവസം ഞാനൊരു പണി ഒപ്പിച്ചു എന്നും പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്ത ചില കാര്യങ്ങളൊക്കെ അവൻ അവളുടെ അടുത്ത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതായത് ആ ഡെത്ത് നോട്ട് എന്ന് പറഞ്ഞ പുസ്തകം അവന്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ. ഒരു ദിവസം അവൻ പോലീസിന്റെ ഡാറ്റാബേസ് ഹാക്ക് ചെയ്തു. എന്നിട്ട് അതിലെ കുറ്റവാളികളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവൻ ചെക്ക് ചെയ്തു. അതിൽ നിന്ന് അവന് മനസ്സിലായത് ഒരുപാട് കുറ്റവാളികളെ തെളിവൊന്നും ഇല്ലാത്തത് കാരണം പോലീസുകാർ വെറുതെ വിട്ടിട്ടുണ്ടെന്നാണ്. അത് അവന് വല്ലാത്തൊരു ഷോക്കായിരുന്നു. കാരണം അത്രയും കുറ്റവാളികൾ അതിലുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാത്രി ഈ കുറ്റവാളികളെ പഠിക്കാൻ വേണ്ടി അവനൊരു ബാറിലേക്ക് ചെന്നു. ഇപ്പൊ അവനങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാർ ആ ബാറിൽ കൂടിയിട്ടുണ്ട്. ഈ സമയത്താണ് അവനൊരു ഗ്യാങ്ങിനെ ശ്രദ്ധിക്കുന്നത്. ആ ഗ്യാങ്ങിന്റെ ലീഡർപ്പം അവൻ ചെയ്ത ചില കൊലപാതകങ്ങളെ കുറിച്ചൊക്കെ വളരെ അഭിമാനത്തോടെ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആവേശം കയറുമ്പം എന്റെ മുമ്പിൽ വരുന്ന ആരാന്നൊന്നും ഞാൻ നോക്കത്തില്ല, അപ്പം തന്നെ ഞാൻ തട്ടിക്കളയും. പോലീസുകാർക്കാണെങ്കിൽ എനിക്കെതിരെ ഇതുവരെ ഒരു തെളിവും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അവൻ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ലൈറ്റിനാണെങ്കിൽ ശരിക്കും ദേഷ്യം അങ്ങോട്ട് അടക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവനെ പോലെ ഒരു ഗ്യാങ് ലീഡറിനൊന്നും ലൈറ്റിനൊന്നും ചെയ്യാനും പറ്റത്തില്ല. എന്നാൽ ഈ സമയം വളരെ ദേഷ്യത്തോടെ അവൻ അവരെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അത് അവന്മാര് ശ്രദ്ധിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അവന്മാര് ഇപ്പൊ എഴുന്നേറ്റ് വന്ന് ലൈറ്റിന്റെ മെക്കെട്ട് കയറി. നീ എന്തിനാണ് ഞങ്ങളെ തന്നെ നോക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അത് ലൈറ്റ് ആണെങ്കിൽ ഒന്നും മിട്ടുന്നില്ല. അങ്ങനെ അവന്മാര് ലൈറ്റിനെ കുറെ കളിയാക്കിയതിനു ശേഷം ആ ബാറിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ലൈറ്റ് ഇപ്പോൾ ഷിയോറിയുടെ അടുത്ത് പറയുന്നത്. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വളരെ നിരാശയോടെയാണ് ലൈറ്റ് ആ ബാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. ഈ സമയം അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിലെ നിയമപുസ്തകം എടുത്തു. ഇനി ഇത് പഠിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായവൻ അതെടുത്തിട്ട് വലിച്ചെറിയാണ്. അങ്ങനെ അത് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് നടക്കുമ്പോഴാണ് അവന്റെ മുമ്പിൽ ആ ഡെത്ത് നോട്ട് എന്ന ബുക്ക് അവൻ കാണുന്നത്. സംശയം തോന്നിയവൻ ആ പുസ്തകം ചെന്നെടുത്തു. എന്നിട്ട് നേരെ അവന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം അവൻ ആ പുസ്തകം തുറന്നു നോക്കുകയാണ്. ഈ സമയം ആദ്യത്തെ പേജിൽ എഴുതിയിരിക്കുന്ന കാണുമ്പോൾ തന്നെ അവന് കൗതുകമായി. അതായത് അതിൽ എഴുതിയിരിക്കുന്നത് ഈ പുസ്തകത്തിൽ ആരുടെ പേരെഴുതുന്നോ അവർ മരിക്കുന്നതാണ്. അവനതൊരു തമാശയായിട്ടാണ് ആദ്യം എടുത്തത്. അതിൽ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ന്യൂസ് കാണിക്കുന്നത്. ആ ന്യൂസിൽ പറയുന്നതോ ഒരു കുറ്റവാളിയുടെ പേരും അയാളുടെ ഫോട്ടോയും കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആദ്യം മരിക്കുന്ന ആളുണ്ടല്ലോ, യുസൂക്കി, അയാളായിരുന്നത്. അത് കണ്ടതും അവൻ ആ പുസ്തകം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അയാളുടെ പേര് ആ പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്. ഏട്ടാ അവൻ പോയിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വീടിന്റെ താഴത്തെ നിലയിലേക്ക് വന്നു. ഈ സമയം അവന്റെ അമ്മയോടുണ്ട്, അവന്റെ അനിയത്തിയോടുണ്ട്. അനിയത്തി ഇപ്പൊ സ്കൂളിൽ പോകാൻ തുടങ്ങാണ്. ഈ സമയം അവൻ അവിടുത്തെ ടേബിളിലേക്ക് ചെന്നിരുന്നിട്ട് പത്രം എടുത്ത് നോക്കി. അതിലൊരു വാർത്ത കണ്ട് അവൻ ശരിക്കും ഞെട്ടിപ്പോയി. ആ യുസൂക്കി മരിച്ചതായിട്ടാണ് അതിൽ കാണിക്കുന്നത്. അതിൽ നിന്നും അപ്പൊ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അതിനൊരു സൂപ്പർ പവർ ഉണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാത്രി അവൻ സിറ്റിയിലൂടെ അങ്ങനെ നടക്കുകയാണ്. അതിനിടയിൽ റെയിൽവേ ക്രോസിൽ വെച്ച് നേരത്തെ ബാറിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരുണ്ടല്ലോ, അതിന് ലീഡറുടെ പേര് ടക്കോ എന്നാണ്. ആ ടീമിനെ അവൻ കണ്ടു. ഇപ്പൊ അയാളെ പിന്നെയും കണ്ടപ്പം അവന്റെ ദേഷ്യം കൂടി. അതുകൊണ്ട് അവൻ ആ പുസ്തകം എടുത്തു. ഈ സമയം അവന്റെ മനസ്സിലേക്ക് വരുന്നത് ആ പുസ്തകത്തിലെ ചില നിയമങ്ങളാണ്. അതായത് ആരാണോ മരിക്കേണ്ടത് അയാളുടെ പേര് ആ പുസ്തകത്തിൽ എഴുതുമ്പം അയാളുടെ മുഖം ഈ എഴുതുന്ന ആൾക്ക് ഓർമ്മ വരണം, എങ്കിലേ അയാൾ മാത്രം മരിക്കത്തുള്ളൂ. മാത്രമല്ല മറ്റൊരു നിയമം കൂടെ ഉണ്ട്. അതായത് മരിക്കേണ്ട ആളുടെ പേര് ആ പുസ്തകത്തിൽ എഴുതുമ്പോൾ അയാൾ എങ്ങനെയാണ് മരിക്കേണ്ടത് എന്നും കൂടെ അതിൽ എഴുതി വെക്കണം. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ അയാൾ മരിക്കും. പക്ഷെ മരണകാരണം അതിൽ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടായിരിക്കും അയാൾ മരിക്കുക.
ഇപ്പൊ ലൈറ്റ് ആ പുസ്തകത്തിൽ ടക്കുവിന്റെ പേര് മാത്രമേ എഴുതുന്നുള്ളൂ. എങ്ങനെയാണ് അയാൾ മരിക്കേണ്ടത് എന്ന് എഴുതുന്നില്ല. അങ്ങനെ അവൻ ആ പേര് അതിൽ എഴുതി കഴിയുമ്പോൾ ആ ടക്കു ആണെങ്കിൽ ഉടനെ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. ഇതും അവനൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇതിനു മുമ്പുണ്ടായ മരണങ്ങളൊന്നും അവൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇതിപ്പോ അവന്റെ കൺമുന്നിൽ വെച്ചാണ് നടന്നത്. അതുകൊണ്ട് തന്നെ അവനൊരു ഞെട്ടലായിരുന്നു. ഇനിയിപ്പോൾ ആ പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്ന അപകടമാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി അവൻ ആ പുസ്തകം കിട്ടിയ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ ആ സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് അവനെ ഞെട്ടിച്ചുകൊണ്ട് പറക്കുന്ന ഒരു രൂപം അവന്റെ അടുത്തേക്ക് വരുന്നത്. ഒരു രാക്ഷസൻ. ആദ്യം അതിനെ കണ്ടൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവന് ഭയങ്കര സന്തോഷമായി. അപ്പൊ മരണത്തിന്റെ ദൈവം തന്നെ കാണാൻ വന്നിരിക്കുകയാണ് എന്ന കാര്യം അവന് മനസ്സിലായി. ഇപ്പൊ അവൻ അയാളുടെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ ഈ പുസ്തകം വാങ്ങാൻ വേണ്ടി വന്നാണെന്നാണ്. അല്ല, ഇത് ഞാൻ തന്നെ ഭൂമിയിലേക്ക് ഇട്ടതാണ്. ഇത് ആരുടെ കയ്യിലാണോ കിട്ടുന്നത് അയാളാണ് ഈ പുസ്തകത്തിന്റെ ഉടമസ്ഥൻ. അയാൾ തന്നെയാണ് ഇത് സൂക്ഷിക്കേണ്ടത്. ഇപ്പൊ നിന്റെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ഇതിനി നിന്റേതാണ്. അപ്പൊ ഈ പുസ്തകം ഞാൻ സൂക്ഷിക്കുന്നതിന് എന്റെ ജീവൻ വല്ലതും നിനക്ക് തരേണ്ട ആവശ്യമുണ്ടോ? ലൈറ്റിന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ അയാൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇല്ല, അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ നിനക്ക് ഈ പുസ്തകം വേണ്ടാന്നാണെങ്കിൽ ഇത് മറ്റൊരാൾക്ക് കൊടുക്കാം. അങ്ങനെ നീ കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ഈ ബുക്കിന്റെ ഓരോ ഓർമ്മകളും നിന്നിൽ ഉണ്ടാവത്തില്ല. പിന്നെ മറ്റൊരു ചെറിയ കാര്യമുണ്ട്. ഈ പുസ്തകം ഉപയോഗിക്കുന്ന ആൾക്ക് ഒരു വേദനയും പിന്നെ നല്ല രീതിയിൽ പേടിയും അനുഭവപ്പെടും. പക്ഷെ അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമല്ല. ആ രൂപ അത്രയും പറഞ്ഞു കഴിയുമ്പം അത് റിയൽ ആണോ എന്ന് അറിയാൻ വേണ്ടി ലൈറ്റ് അതിനൊന്ന് തൊട്ടു നോക്കി. പക്ഷെ അവനെ കൂടെ തൊടാൻ സാധിക്കുന്നില്ല. അപ്പൊ മറ്റുള്ള ആൾക്കാർക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ എന്നാണ് ലൈറ്റ് അടുത്തായിട്ട് ചോദിക്കുന്നത്. ഇല്ല, ഈ ഡെത്ത് നോട്ട് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അയാൾക്ക് മാത്രമേ എന്നെ കാണാൻ സാധിക്കൂ. അങ്ങനെ അവസാനമായിട്ട് ലൈറ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ അയാളുടെ അടുത്ത് ചോദിച്ചു, താങ്കളുടെ പേരെന്താണെന്ന്. അതേക്കുന്ന അയാൾ പറയുന്നത് നിനക്ക് എന്നെ റിയൂക്ക് എന്ന് വിളിക്കാമെന്നാണ്. അങ്ങനെ 4 മാസങ്ങൾ കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നുണ്ട്. കുറച്ച് പോലീസുകാർ ഇങ്ങനെ കൂടിയിരുന്ന് സംസാരിക്കുന്നത് ഇപ്പൊ നടക്കുന്ന മരണങ്ങൾക്ക് കാരണം നേരത്തെ ആരോഗ്യവകുപ്പ് പറഞ്ഞ പോലെ ഒരു വൈറസ് ആണെന്നാണ്. എന്നാൽ കുറച്ച് അപ്പുറത്തായിട്ട് ഇവരുടെ പോലീസ് ചീഫ് ഇരിക്കുന്നുണ്ട്. ഇയാളുടെ പേര് യാഗാമി. അയാൾ പറയുന്നത് ഒരു വൈറസും അല്ല ഇതിന് കാരണം. ഇതിന് കാരണം ഒരു മനുഷ്യൻ തന്നെയാണ്. അവനാണ് എല്ലാവരെയും കൊന്നൊടുക്കുന്നത്. അതുകൊണ്ട് ഉടനെ തന്നെ അവനെ കണ്ടുപിടിക്കണം എന്നാണ്. അത്രയും പറഞ്ഞിട്ട് യാഗാമി അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അയാൾ നേരെ പോകുന്നത് അയാളുടെ മേലുദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്കാണ്. അങ്ങനെ യാഗാമി അവരുടെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോൾ ആ മേലുദ്യോഗസ്ഥൻ പറയുന്നത് ഈ മരണങ്ങളുടെയൊക്കെ തുടക്കം ജപ്പാനിലാണ്. അതുകൊണ്ട് കൊലപാതകി ആരാണോ അയാൾ ഈ ജപ്പാനിൽ തന്നെയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി നമുക്കൊരാളെ ഏൽപ്പിക്കാം. അവന്റെ പേര് എൽ എന്നാണ്. ഇതുപോലെ പല കേസുകൾ അവൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും അവൻ ആരുടെ മുമ്പിലും വന്നിട്ടില്ല. എന്നാൽ അവനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരൊരു തൊപ്പിക്കാരനെ വിളിച്ചു. ഇയാളെ മുഖേനെ ഈ പോലീസുകാർക്ക് എല്ലിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ തൊപ്പിക്കാരന്റെ പേര് വട്ടാറി. അയാളിപ്പം ഒരു ലാപ്ടോപ്പ് അവിടെ തുറന്നു വെച്ചു. ആ ലാപ്ടോപ്പിൽ എല്ലെന്ന് എഴുതിയിരിക്കുന്ന കാണാം. ഇനിയിപ്പോൾ ഈ ലാപ്ടോപ്പ് വഴിയാണ് ഈ പോലീസുകാർ എല്ലിന്റെ അടുത്ത് സംസാരിക്കേണ്ടത്. എല്ലും തിരിച്ചവർക്ക് മറുപടി കൊടുക്കും. പക്ഷെ അത് അയാളുടെ യഥാർത്ഥ സൗണ്ടിലല്ല, ഒരു റോബോട്ട് സംസാരിക്കുന്ന രീതിയിലാണ് അയാൾ തിരിച്ച് സംസാരിക്കുക. അങ്ങനെ എല്ലിപ്പം ആ കൊലപാതകങ്ങളുടെ കാര്യങ്ങളൊക്കെ ആ പോലീസുകാർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഈ നടക്കുന്ന മരണങ്ങളുണ്ടല്ലോ, അത് ജപ്പാനിൽ മാത്രമല്ല നടക്കുന്നത്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇതിന്റെ കാരണം ഒരിക്കലും ഒരു വൈറസ് അല്ല എന്ന കാര്യം ഉറപ്പാണ്. ഇതിന്റെ പുറകിലുള്ള കാരണക്കാരൻ ആ വെബ്സൈറ്റിന്റെ ഉടമയാണ് കിര. അവനൊരു മനുഷ്യൻ തന്നെയാണ്. അത്രയും പറഞ്ഞതിന് ശേഷം എല്ലി ഇതുവരെ കണ്ടെടുത്ത കുറച്ച് തെളിവുകളൊക്കെ അയാൾ അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിലൊരു ഗ്രാഫൊക്കെ ഉണ്ടായിരുന്നു. ഈ ഗ്രാഫിലൂടെ അയാൾ പറയാൻ ശ്രമിക്കുന്നത് മരണപ്പെട്ട ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ്. ആ ഗ്രാഫ് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കിരായുടെ കൂട്ടത്തിൽ വേറെയും ചില ആൾക്കാരുണ്ട് എന്ന് നമുക്ക് സംശയിക്കാം. പക്ഷെ അത് സംശയിക്കാൻ മാത്രമേ പറ്റുള്ളൂ, അത് ഉറപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഈ കിരയുടെ കൂടെ കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഈ എല്ലാ മരണങ്ങളും സക്സസ് ആയിക്കൊള്ളുന്നില്ല. ആള് കൂടിക്കഴിഞ്ഞാൽ പാമ്പ് ചാവത്തില്ല എന്ന് പറയുന്നിട്ടില്ലേ. അതുകൊണ്ട് കുറെ ആൾക്കാർ കൂട്ടം ചേർന്നിട്ടാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നതെങ്കിൽ എല്ലാ കൊലപാതകങ്ങളും സക്സസ് ആയിക്കൊള്ളുന്നില്ല. പക്ഷെ ഇവിടുത്തെ കാര്യം നേരെ മറിച്ചാണ്. ഇവിടെ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, കിര ഒറ്റയ്ക്കാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആ ഗ്രാഫൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം എല്ലിപ്പോൾ അവരുടെ അടുത്ത് വിശദീകരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ യാഗാമി പെല്ലന്റെ അടുത്ത് ചോദിക്കുന്നത്, പക്ഷെ ഇത്രയും ആൾക്കാരെ എങ്ങനെ പെട്ടെന്ന് കൊല്ലാൻ പറ്റും? ചില ആൾക്കാരൊക്കെ ഒരേ സമയത്ത് തന്നെയാണ് മരിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് ആ കിരയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്? യാഗാമിയുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ എല്ല് പറയുന്നത്, അതുമാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല, അത് കണ്ടെത്താൻ എനിക്ക് കുറച്ച് സമയം തരണം എന്നാണ്. അത്രയും പറഞ്ഞതിന് ശേഷം എല്ലിപ്പോൾ ആ സംഭാഷണം അവസാനിപ്പിച്ചു. അങ്ങനെ ആ സംസാരമൊക്കെ കഴിഞ്ഞപ്പം അവിടെ ഇരിക്കുന്ന ആ വട്ടാറി ആ ലാപ്ടോപ്പ് അടച്ചു വെക്കുകയും ചെയ്തു. അങ്ങനെ ആ മീറ്റിംഗ് അവസാനിക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന മേലുദ്യോഗസ്ഥൻ പറയുന്നത് ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ നീ യാഗാമി ഫോളോ അപ്പ് ചെയ്താൽ മതി എന്നാണ്. ഇതേസമയം തന്നെ ലൈറ്റ് ആണെങ്കിൽ അവന്റെ വീട്ടിലിരുന്ന് ഇന്റർനെറ്റ് ഒക്കെ സെർച്ച് ചെയ്യാണ്. അവന്റെ കൂടെ ആ റിയൂക്കോ ഉണ്ട്. ഇപ്പൊ ഇന്റർനെറ്റ് ഒക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും കിരയെ സപ്പോർട്ട് ചെയ്യാണ് എന്ന കാര്യം ലൈറ്റിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അവനിപ്പോ റിയോക്കിനോട് പറയുന്നത് നമുക്ക് ഈ ഡെത്ത് നോട്ട് വെച്ച് കുറ്റവാളികളൊന്നും ഇല്ലാത്തൊരു ലോകം പടുത്തുയർത്താൻ പറ്റുന്നതാണ്. ഈ സമയത്താണ് അവന്റെ ഫോണിലൊരു മെസ്സേജ് വരുന്നത്. അത് ഇവന്റെ ഫോളോവേഴ്സ് അവന് അയച്ചു കൊടുത്താണ്. അതിന് പറയുന്നത് TV വെച്ച് നോക്കാനാണ്. അതിനെ തുടർന്ന് ലൈറ്റ് ഇപ്പൊ TV വെച്ചു. എന്നാൽ ഈ സമയം നോക്കുമ്പോൾ TV സംസാരിക്കുന്നത് ആ എൽ എന്ന് പറയുന്ന ആളാണ്.
ആ എല്ലിന്റെ മുഴുവൻ പേര് ലിൻഡ് എൽ ടൈലർ എന്നാണ്. ഇയാളൊരു ഇംഗ്ലീഷുകാരനാണ്. അയാളുടെ ഈ സംസാരം ജപ്പാനിലെ പോലീസുകാരും കേൾക്കുന്നുണ്ട്. എല്ലിപ്പത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കില്ലറിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ജപ്പാനിലെ പോലീസുകാർ എന്നോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇന്ന് വരെ നടന്നതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാരൻ ആ കിര എന്ന് പറയുന്ന ആളാണ്. അവനാണ് എല്ലാവരും കൊല്ലുന്നത്. ഇപ്പൊ കൊല്ലപ്പെട്ട ആൾക്കാരൊക്കെ കുറ്റവാളികളാണെങ്കിൽ പോലും ഈ കിരയുടെ പ്രവൃത്തിയിലൂടെ അവൻ അവരെക്കാളും മോശപ്പെട്ട ആളാണ് എന്നാണ് തെളിയിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആരും പേടിക്കണ്ട, ഉടനെ തന്നെ ഞാൻ ആ കിരയെ കണ്ടുപിടിക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് എല്ലിങ്ങനെ അവിടെ ഇരുന്നിട്ട് പറയുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ലൈറ്റിനാണെങ്കിൽ ശരിക്കും ചിരിയാണ് വരുന്നത്. അവനിപ്പോ സ്വയം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നീ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണല്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഈ ലോകത്തിന് വേണ്ട. ഞാനിവിടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അത് തടയാൻ നീ ശ്രമിക്കുകയാണെങ്കിൽ അതിനർത്ഥം നീ എന്നെ എതിർക്കുന്നു എന്നാണ്. അങ്ങനെ ഒരാളും ഇവിടെ ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഡെത്ത് നോട്ട് എടുത്തു. പക്ഷേ ഈ ഡെത്ത് നോട്ടിൽ ഒരാളുടെ പേര് എഴുതുമ്പോൾ മരിക്കേണ്ട ആളുടെ മുഖം ഇവൻ ഓർമ്മ വേണമല്ലോ. അതുകൊണ്ട് ആ എല്ലിന്റെ മുഖം ഒന്ന് മനസ്സിലേക്ക് പതിപ്പിച്ചതിന് ശേഷം അവൻ എല്ലിന്റെ പേര് ആ പുസ്തകത്തിൽ എഴുതാണ്. അങ്ങനെ അവൻ ആ പേര് അതിൽ എഴുതി കഴിഞ്ഞതും ആ ടി-വിയിൽ സംസാരിക്കുന്ന ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. അതിനെ തുടർന്ന് വേറെ 2 ആൾക്കാർ വന്ന് അയാൾ അപ്പുറത്തേക്ക് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇതെല്ലാം കാണുമ്പോൾ ആ ടി-വി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു. കാരണം ലൈവിലാണല്ലോ അയാൾക്ക് പെട്ടെന്ന് അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇനി കാണിക്കുന്നത് ആ എല്ലെന്ന് പറഞ്ഞ ആളുടെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഇപ്പൊ അയാൾ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയ ആൾക്കാരൊക്കെ അയാളെ നിലത്തേക്ക് കിടത്തി. പക്ഷെ അവരയാളെ ചെക്ക് ചെയ്യുമ്പോൾ അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു. ഈ സമയം തന്നെ ലൈറ്റ് ആണെങ്കിൽ ആ എല്ലിനെ കൊന്ന സന്തോഷത്തിൽ അവൻ്റെ ആ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് ആ ടി-വിയിലെ വിഷ്വല് മാറി എല്ലാം അതിൽ പ്രത്യക്ഷപ്പെടുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ മരിച്ചത് ഒറിജിനൽ അല്ലല്ല. എന്നാൽ ഇപ്പോഴും എല്ലാം ആരാണെന്ന് കാണിക്കുന്നില്ല. അയാളിപ്പോൾ ആ ടി-വിയിൽ ഈ കിരയോടായിട്ടാണ് സംസാരിക്കുന്നത്, അതായത് ലൈറ്റിനോട്. നിന്റെ വിചാരം എല്ല് കൊല്ലപ്പെട്ടു എന്നാണോ? എങ്കിൽ നിനക്ക് തെറ്റിക്കീര. നീ ഇപ്പൊ കൊന്നത് യഥാർത്ഥ എല്ലിനെയല്ല. നേരത്തെ ടി-വിയിൽ നിങ്ങളോട് സംസാരിച്ച ആളുണ്ടല്ലോ, അയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയാണ്. അയാളെപ്പോ നീ കൊന്നു കളഞ്ഞല്ലോ. പക്ഷെ ഒരിക്കലും നിനക്ക് എന്നെ പിടിക്കാൻ പറ്റത്തില്ല. എന്റെ പേരിൽ അവനെ മാധ്യമങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ നിന്നെ പറ്റിച്ചതാണ്. ഇനി നിന്നെക്കുറിച്ചിട്ടുള്ള മറ്റൊരു ഡീറ്റെയിൽ കൂടെ ഞാനിപ്പോൾ പുറത്തു വിടാം. നീ ഉള്ളത് ജപ്പാനിൽ തന്നെയാണ്. എനിക്ക് ആദ്യമേ ഇതിനൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ കൊലപാതകങ്ങളിൽ ആദ്യം കൊല്ലപ്പെട്ട ആളും ഈ ജപ്പാനിൽ നിന്നുള്ള ആൾ തന്നെയാണ്. ഇനി നീ എങ്ങനെയാണ് ഈ ജപ്പാനിൽ തന്നെയാണ് എന്ന് ഞാൻ കൺഫേം ചെയ്തത് എന്ന് നിനക്കറിയോ? നീ വിചാരിക്കുന്ന പോലെ ഇപ്പൊ നീ ടി-വിയിൽ കണ്ടത് ലോകം മൊത്തം സംപ്രേഷണം ചെയ്തൊരു കാര്യമല്ല. ഇത് ജപ്പാനിൽ മാത്രമേ സംപ്രേഷണം ചെയ്തിട്ടുള്ളൂ. അത് നീ കണ്ടതുകൊണ്ടാണ് ആ ടി-വിയിൽ സംസാരിച്ച ആളിപ്പോൾ കൊല്ലപ്പെട്ടത്. അതിന്റെ അർത്ഥം നീ ഇപ്പോഴും ജപ്പാനിലുണ്ടെന്നാണ്. ഉടനെ തന്നെ നിന്നെ ഞാൻ പിടിക്കുന്നതായിരിക്കും. ഇനി നിനക്കുള്ള ശിക്ഷ വിധിക്കാൻ പോകുന്നതും ഞാൻ തന്നെയാണ് എന്നൊക്കെയാണ് എല്ലു പറയുന്നത്. അതെല്ലാം കേട്ട് ദേഷ്യം കയറുന്ന ലൈറ്റ് പറയുന്നത്, നീ എന്നെ പിടിക്കുമെന്നോ? നീയാണോ എനിക്ക് ശിക്ഷ വിധിക്കാൻ പോകുന്നത്? അത് നിന്റെ വിചാരം മാത്രമാണ്. അത് ഒരിക്കലും നടക്കത്തില്ല. ഞാനാണ് ന്യായാധിപൻ. ഇവിടെയുള്ള പാവപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണി തുടങ്ങിയത്. അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ലൈറ്റ് ഇങ്ങനെ അവിടെ നിന്ന് സ്വയം പറയുന്നത്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ആ റിയൂക്ക് അവിടെ ഉണ്ട്. അയാൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ആ റിയൂക്ക് ഇപ്പം ലൈറ്റിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, അതുപോലെ എല്ലിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇവരിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്ന് കാണാനുള്ള ആകാംക്ഷയിലാണ് ഈ റിയൂക്ക് ഇപ്പോൾ. ഇതേസമയം തന്നെ ആ ഹാളിൽ നിൽക്കുന്ന യാഗാമിയാണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യത്തിലാണ്. കാരണം നേരത്തെ ടി-വിയിൽ വന്ന ആളിപ്പോൾ കൊല്ലപ്പെട്ടല്ലോ. അതുകൊണ്ട് തന്നെ അയാളിപ്പോൾ പറയുന്നത് എല്ലാ കുറ്റവാളിയെ മനഃപൂർവ്വം കുടുക്കിയതാണ്. അയാളുടെ പേരിൽ വന്ന് സംസാരിച്ചുകൊണ്ടല്ലേ കിരപ്പ് ആ കുറ്റവാളിയെ കൊന്നു കളഞ്ഞത്. അതുകൊണ്ട് തന്നെ അയാളുടെ കൊലപാതകത്തിന് ഈ എല്ലും കാരണക്കാരനാണ്. അപ്പൊ പിന്നെ ഈ എല്ലും കിരയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് അയാൾ ബാക്കിയുള്ളവരോട് ചോദിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി എല്ലിപ്പം ആ പോലീസുകാരുടെ മറ്റൊരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. പതിവ് പോലെ തന്നെ ലാപ്ടോപ്പിലൂടെ തന്നെയാണ് അയാൾ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. അതിലയാൾ ചില കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കറുത്ത ഡോട്ടുകൾ കണ്ടില്ലേ, ഇതെല്ലാം കൊല്ലപ്പെട്ട ആൾക്കാർ മരിച്ച സമയത്തെയാണ് കാണിക്കുന്നത്. അതെല്ലാം കൂട്ടിച്ചേർത്ത് എല്ലിപ്പോൾ ഒരു സമയക്രമം ഉണ്ടാക്കി. അത് പരിശോധിച്ചതിൽ നിന്ന് അയാൾക്ക് മനസ്സിലായത് ഈ കൊല്ലപ്പെട്ട ആൾക്കാരൊക്കെ മരിച്ചിരിക്കുന്നത് കോളേജ് ടൈമിലല്ല. എപ്പോഴാണ് കോളേജിൽ ക്ലാസ് ഇല്ലാത്തത് ആ സമയത്താണ് ആൾക്കാർ മരിച്ചിരിക്കുന്നത്. അതിൽ നിന്നും ഈ കിര എന്ന് പറയുന്നത് ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ് എന്നൊരു കൺക്ലൂഷനിലാണ് എല്ലിപ്പ് എത്തിയിരിക്കുന്നത്. അങ്ങനെ അന്ന് രാത്രി ലൈറ്റ് അവൻ്റെ അനിയത്തിയും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. ഈ ലൈറ്റിന്റെ അച്ഛൻ മറ്റാരുമല്ല, അതാ പോലീസുകാരനായ യാഗാമിയാണ്. അങ്ങനെ അയാളും ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കായിരുന്നു. ഈ സമയത്താണ് ലൈറ്റ് യാഗാമിയുടെ അടുത്തൊരു കാര്യം പറയുന്നത്. അച്ഛനല്ലേ ഇപ്പൊ ആ കിരയുടെ കേസ് അന്വേഷിക്കുന്നത്, ഞാനും നിങ്ങളെ സഹായിച്ചോടെ. എന്നാൽ അതേക്കുന്ന യാഗാമി പറയുന്നത്, നീ ഇതിനു മുമ്പ് പലതവണ എന്നെ സഹായിച്ചിട്ടുണ്ട്, പക്ഷെ ഈ ഒരു കേസിൽ അത് വേണ്ട. കാരണം ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കുറ്റവാളിയാണ്. ഒരു കാരണവുമില്ലാതെയാണ് അവൻ ആൾക്കാരെ കൊന്നൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കേസിൽ നീ എന്റെ കൂടെ വേണ്ട, അത് നിനക്ക് അപകടമാണ് എന്നാണ് അച്ഛൻ പറയുന്നത്. എന്നാൽ പിന്നെ ശരിയെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അങ്ങനെ അവൻ റൂമിലേക്ക് ചെന്ന് അവന്റെ കമ്പ്യൂട്ടർ ഓണാക്കി. അവന്റെ കൂടെ ആ റിയൂക്കും ഉണ്ട്. അങ്ങനെ അവനിപ്പോൾ ചെക്ക് ചെയ്യുന്നത് പോലീസുകാരുടെ ഡാറ്റാബേസ് ആണ്. അതിൽ നിന്നും ഒരു കാര്യം കൂടെ അവന് മനസ്സിലായി. കിര എന്നത് ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ് എന്ന കാര്യം ഇപ്പോൾ പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ പ്ലാനൊക്കെ ഉടനെ മാറ്റിയേ പറ്റൂ. അങ്ങനെ ഈ സംഭവങ്ങൾ കഴിഞ്ഞ് 3 ദിവസമായി. എല്ലിപ്പം പിന്നെയും പോലീസുകാർ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. എല്ലിപ്പം മറ്റൊരു കാര്യം കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കിര അവൻ ചെയ്യുന്ന കൊലപാതകങ്ങളുടെ സമയം മാറ്റിയിരിക്കുന്നു.
അതിൽ നിന്ന് എല്ല് കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് കിര ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കിയതിനെ തുടർന്ന് പിറ്റേ ദിവസം മുതൽ അവൻ അവന്റെ കൊലപാതകങ്ങളുടെ സമയം മാറ്റുകയും ചെയ്തു. അതിന്റെ അർത്ഥം ഒന്നുകിൽ ഈ കിര എന്ന് പറയുന്നത് നമ്മളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ അവനെ സഹായിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ യാഗാമിക്കും കൂട്ടർക്കും ഭയങ്കര നിരാശയായി. ഈ സമയം തന്നെ ലൈറ്റ് ആണെങ്കിൽ ഇപ്പൊ അവിടുത്തെ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കൂടെ ആ റിയൂക്കും ഉണ്ട്. ഈ സമയത്താണ് എന്തോ സംശയം തോന്നി അവൻ അവന്റെ ഫോൺ എടുക്കുന്നത്. അതിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിലൊരു കോട്ടിട്ട മനുഷ്യൻ അവൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പരിശോധിക്കുമ്പോൾ 2-3 ദിവസമായിട്ട് അയാൾ അവനെ ഫോളോ ചെയ്യാണ് എന്ന കാര്യം ലൈറ്റിന് മനസ്സിലായി. അങ്ങനെ സമയം രാത്രി ലൈറ്റിനെ ഫോളോ ചെയ്യുന്ന ആ മനുഷ്യൻ ഇപ്പൊ അവന്റെ വീടിന്റെ ആ പരിസരത്ത് തന്നെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ലൈറ്റ് ആണെങ്കിൽ വീട്ടിനകത്തിരുന്ന് അവന്റെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്യാണ്. അവന്റെ മുമ്പിലായിട്ട് ആ റിയൂക്കും ഉണ്ട്. ഈ സമയത്താണ് റിയൂക്ക് ഒരു കാര്യം ലൈറ്റിനോട് പറയുന്നത്. നിനക്കൊരു കാര്യം അറിയോ ലൈറ്റ്, ഞങ്ങൾ മരണത്തിന്റെ ദൈവങ്ങൾ നിലനിൽക്കുന്നത് നിങ്ങൾ മനുഷ്യ ജീവിതങ്ങളുടെ വർഷങ്ങളിലൂടെയാണ്. അതേക്കുമ്പോൾ നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുക്കാതെയാണ് അവൻ ആ കാര്യം തിരിച്ചു ചോദിക്കുന്നത്. ഈ സമയം റിയൂക്ക് പറയുന്നത്, നിന്റെ കയ്യിലിരിക്കുന്ന ആ ഡെത്ത് നോട്ട് എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകം കാരണം മരണപ്പെടുന്നവര് അവരുടെ ബാക്കി വർഷങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. അതായത് അവർ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട വർഷങ്ങൾ ഞങ്ങൾ അവരിൽ നിന്ന് എടുത്തു മാറ്റും. അത് കേൾക്കുമ്പോൾ ലൈറ്റിന് ശരിക്കും അത്ഭുതമായി. അപ്പൊ ഞാൻ ഇനി എത്ര വർഷം കൂടെ ജീവിച്ചിരിക്കും എന്ന് നിനക്ക് കാണാൻ പറ്റുമല്ലേ, എങ്കിൽ അത് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റൂ. അവൻ ആ ചോദ്യം കേൾക്കുമ്പോൾ റിയൂക്ക് ഇങ്ങനെ അവനെ തന്നെ നോക്കുകയാണ്. ഈ സമയം അവന്റെ തലയുടെ മുകളിലായിട്ട് കുറെ നമ്പറുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്രയാണ് എന്ന കാര്യം റിയൂക്ക് അവനോട് പറയുന്നില്ല. റിയൂക്ക് ഒന്നും മിണ്ടാൻ നിൽക്കുന്ന കാണുമ്പോൾ ലൈറ്റ് ചോദിക്കുന്നത്, അതെന്താ നീ എനിക്ക് പറഞ്ഞു തരാത്തതെന്നാണ്. ഈ സമയം റിയൂക്ക് പറയുന്നത്, അത് ഞാൻ നിനക്ക് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നിന്റെ ആയുസിന്റെ പകുതി നീ എനിക്ക് തരേണ്ടി വരുന്നതാണ്. റിയൂക്ക് അത്രയും പറഞ്ഞു കഴിയുമ്പോൾ നീ ഒന്ന് പോയടാന്നും പറഞ്ഞിട്ട് അവൻ പിന്നെ അവന്റെ ലാപ്ടോപ്പ് എടുത്തു. ഈ സമയം അവൻ ചിന്തിക്കുന്നത് അവന്റെ അടുത്ത ഇരയെ എങ്ങനെ കൊല്ലണം എന്നാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം അവൻ ആ ഡെത്ത് നോട്ട് എടുത്തു. എന്നിട്ട് അതിലൊരു നിയമം വായിക്കുകയാണ്. ഈ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് മരണകാരൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്നാണ്. അതായത് ഒരാൾ മരിക്കേണ്ട കാരണം അതിൽ എഴുതി കഴിഞ്ഞാൽ അതിനുശേഷം 6 മിനിറ്റ് 40 സെക്കൻഡിനുള്ളിൽ മരണത്തിന്റെ വിശദാംശങ്ങൾ കൂടെ എഴുതി ചേർക്കണം. അങ്ങനെ വരുമ്പോൾ എന്താണോ അവൻ ആ ബുക്കിൽ എഴുതിയത് അതുപോലെ തന്നെയായിരിക്കും ആ വ്യക്തി മരണപ്പെടാൻ പോകുന്നത്. അങ്ങനെ അത് വായിച്ചതിന് ശേഷം അവൻ പിന്നെയും കൊലപാതകങ്ങൾ നടത്തി. ഇത്തവണ ജയിലിലുള്ള ആൾക്കാരാണ് അവൻ കൊന്നത്. അങ്ങനെ ജയിലിൽ മരിച്ച ആൾക്കാരുടെ വിവരങ്ങൾ അറിഞ്ഞ് 2 പോലീസുകാരിപ്പം യാഗാമിയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവർ കാര്യങ്ങളൊക്കെ അയാൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതായത് 3 പേരാണല്ലോ മരിച്ചത്. അതിൽ ആദ്യത്തെ ആൾ മരിക്കുന്നതിന് മുമ്പ് അയാളുടെ ഒരു വിരൽ മുറിച്ചെടുത്ത് അതിലെ ചോര കൊണ്ട് സെല്ലിലായിട്ടൊരു നക്ഷത്രം വരച്ചു വെച്ചിട്ടുണ്ട്. 2ാമത്തെ ആൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ 3ാമത്തെ ആൾ മരിക്കുന്നതിന് മുമ്പ് അയാൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി. അവിടെ വെച്ചിട്ട് അയാൾ അറ്റാക്ക് വന്നിട്ടാണ് കൊല്ലപ്പെട്ടത്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് അവരിപ്പോൾ യാഗാമിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ഇതെല്ലാം ലാപ്ടോപ്പിലൂടെ ആ എല്ലും കേൾക്കുന്നുണ്ട്. ഇപ്പൊ എല്ലിപ്പോ ബാക്കിയുള്ളവരോട് പറയുന്നത്, ഈ മരണങ്ങളുടെയൊക്കെ ഒരു രീതി കണ്ടിട്ട് കിര എന്തോ ഒരു പരീക്ഷണം നടത്തുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ 3 പേരുടെ യഥാർത്ഥ മരണകാരണങ്ങൾ ഒരിക്കലും പുറത്തുവിടരുത്. അവരെല്ലാവരും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചത് എന്ന് പത്രക്കാരോട് പറഞ്ഞാൽ മതി എന്നാണ് എല്ലു പറയുന്നത്. യാഗാമിയും കൂട്ടരും അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലു പറഞ്ഞതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് കാരണമാണ് ആ 3 ജയിൽ പുള്ളികളും മരിച്ചത് എന്ന റിപ്പോർട്ട് വെളിയിൽ വന്നു. എന്നാൽ ഇതെല്ലാം കേട്ടതിന് ശേഷം ലൈറ്റ് ഇപ്പോൾ അവന്റെ ലാപ്ടോപ്പ് എടുത്തു. എന്നിട്ട് പോലീസുകാരുടെ ഡാറ്റാബേസ് ഹാക്ക് ചെയ്യാണ്. അത് പരിശോധിച്ച് കഴിയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് മൂലമല്ല, താൻ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് ആ കുറ്റവാളികൾ മരിച്ചിരിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. പോലീസുകാർ അത് മനഃപൂർവ്വം മറച്ചു വെച്ചതാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ടിവിയിൽ ഒരു ന്യൂസ് വരുന്നത്. അതിൽ പറയുന്നത് 3 പേര് ചേർന്ന് ഒരു ബാങ്ക് കൊള്ളയടിച്ചു. 2.5 മില്യൺ ആണ് അവൻ അടിച്ചുകൊണ്ട് പോയത്. പക്ഷെ 2 പേര് അപ്പം തന്നെ പോലീസ് പിടിച്ചു. എന്നാൽ ഒരുത്തൻ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടവന്റെ പേര് കിച്ചിറോ എന്നാണ്. ആ ന്യൂസ് കാണുമ്പോൾ ലൈറ്റിനൊരു ആശയം തോന്നി. ഉടനെ തന്നെ ആ കിച്ചിറോനെ കൊന്നുകളയണം. അതിനവൻ പുതിയൊരു രീതിയും കണ്ടെത്തി. അവൻ വേഗം തന്നെ പുസ്തകം എടുത്തിട്ട് എങ്ങനെയാണ് കിച്ചിറോ മരിക്കേണ്ടത് എന്ന ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ലൈറ്റ് ഇപ്പോൾ അവന്റെ ഗേൾഫ്രണ്ടിനെയും കൊണ്ട് ഒരു ബസ്സിലേക്ക് കയറി. ഈ സമയത്താണ് അവനെ ഫോളോ ചെയ്യുന്ന ആ കോട്ടിട്ട മനുഷ്യനുണ്ടല്ലോ, അയാൾ ആ ബസ്സിലേക്ക് വരുന്നത്. എന്നിട്ട് അയാൾ നേരെ ചെന്നിരിക്കുന്നത് ലൈറ്റിന്റെ നേരെ പുറകിലുള്ള സീറ്റിലാണ്. ഇപ്പൊ 2-3 ദിവസമായല്ലോ ലൈറ്റ് ഇയാളെ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഇത്തവണ അയാൾ തന്റെ പുറകിൽ വന്ന് ഇരുന്നപ്പോൾ ലൈറ്റ് അയാളോട് ചോദിക്കുകയും ചെയ്തു, താങ്കൾ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത്? എന്നാൽ അയാൾ പറയുന്നത്, ഞാൻ നിന്നെ ഫോളോ ചെയ്തിട്ടില്ല എന്നാണ്. അങ്ങനെ ബസ് മുന്നോട്ടെടുത്തു. എന്നിട്ട് അടുത്ത സ്റ്റോപ്പിൽ എത്തിക്കഴിയുമ്പോഴാണ് ആ കിച്ചിറോ ആ ബസ്സിലേക്ക് കയറുന്നത്. എന്നിട്ട് അയാൾ ഉടനെ തന്നെ ആ ബസ് ഡ്രൈവറെ വരട്ടാൻ തുടങ്ങി. കിച്ചിറോന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. അവൻ പറയുന്ന സ്ഥലത്തേക്ക് വണ്ടി വിടാനാണ് അവൻ ആ ബസ് ഡ്രൈവറുടെ അടുത്ത് പറയുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ലൈറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണ്ടു പേപ്പറിൽ ഒരു കാര്യം എഴുതിയിട്ട് പുറകിലിരിക്കുന്ന അവനെ ഫോളോ ചെയ്ത ആൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിലെഴുതിയിരിക്കുന്നത് ഞാൻ അവനെ പിടിക്കാൻ പോവാണെന്നാണ്. എന്നാൽ ആ പുറകിലിരിക്കുന്നവൻ സമ്മതിക്കുന്നില്ല. ഈ സമയത്താണ് അയാൾ ആരാണെന്നുള്ള കാര്യം അയാൾ ലൈറ്റിന്റെ അടുത്ത് വെളിപ്പെടുത്തുന്നത്. അയാൾ FBI ഒരു ഉദ്യോഗസ്ഥനാണ്. ഇയാളുടെ പേര് റൈ. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ഇപ്പൊ എഴുന്നേറ്റ് പോണ്ട എന്നാണ് റൈ പറയുന്നത്. എന്നാൽ ഈ ബഹളം കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് കിച്ചിറോപ്പ് അവരുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ലൈറ്റിന്റെ കയ്യിൽ നിന്നും ആ തുണ്ട് പേപ്പർ തട്ടിപ്പറിച്ച് മേടിക്കുകയാണ്. എന്നാൽ അയാളത് കയ്യിലെടുത്ത് കഴിയുമ്പോഴാണ് അയാൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അതാ റിയൂക്കായിരുന്നു. ഈ ഒരു കാര്യമായിരുന്നു ലൈറ്റ് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത്.
അതായത് അവൻ എഴുതി വെച്ചിരിക്കുന്ന ആ തുണ്ടു പേപ്പർ ഉണ്ടല്ലോ, ആ കിച്ചറോ കയ്യിലെടുത്ത് അത് ആ ഡെത്ത് നോട്ടിന്റെ ഒരു കീറിയ പേപ്പറായിരുന്നു. ഡെത്ത് നോട്ടിന്റെ പ്രത്യേകത അറിയാലോ, അതിൽ ആര് ടച്ച് ചെയ്താലും അയാൾക്ക് റിയൂക്കിനെ കാണാൻ പറ്റും. ഇപ്പൊ റിയൂക്കിനെ കാണുമ്പോൾ കിച്ചറോ ശരിക്കും പേടിച്ചുപോയി. അയാൾ ഉടനെ തന്നെ തോക്കെടുത്തിട്ട് റിയൂക്കിനെ കുറെ നേരം ഷൂട്ട് ചെയ്യുന്നൊക്കെയുണ്ട്. എന്നാൽ റിയൂക്കിനാണെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല. മാത്രമല്ല വേറെ ആരും തന്നെ അങ്ങനെ ഒരു രൂപത്തെ അവിടെ കാണുന്നുമില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ പേടിച്ച് വരണ്ടോ എന്ന് കിച്ചറോ ആണെങ്കിൽ പെട്ടെന്ന് ബസ്സിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയത്താണ് ഒരു കാറ് വന്നിട്ട് കിച്ചറോനെ ഇടിക്കുന്നത്. അതോടുകൂടെ അയാൾ മരിക്കുകയും ചെയ്തു. അങ്ങനെ തലേ ദിവസം രാത്രി ലൈറ്റ് എന്താണോ ആ പുസ്തകത്തിൽ എഴുതി വെച്ചത് അതേപോലെ തന്നെയാണ് കിച്ചറോപ്പം മരിച്ചത്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ഇതെല്ലാം കണ്ട അവന്റെ ഗേൾഫ്രണ്ട് ആണെങ്കിൽ വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ലൈറ്റ് അവളെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. അതിനിടയിലാണ് ആ റൈ അവന്റെ അടുത്തേക്ക് വരുന്നത്. അത് കാണുമ്പോൾ, നോക്ക് ഓഫീസർ, എന്റെ ഗേൾഫ്രണ്ട് വല്ലാണ്ട് പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം ഞാൻ ഇവളുടെ പ്രശ്നം തീർക്കട്ടെ. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ എങ്ങോട്ട് ഓടി പോകത്തില്ല. നിങ്ങൾക്ക് എപ്പോ ആണെങ്കിലും എന്നെ കാണാൻ വരാമെന്നും പറഞ്ഞിട്ട് ലൈറ്റ് അവളെയും കൊണ്ട് ഒരു ടാക്സിയിൽ കയറി അവിടെ നിന്ന് പോയി. അങ്ങനെ സമയം രാത്രി ആ റൈ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ നേരെ അയാളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഈ സമയം അയാളുടെ ഗേൾഫ്രണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇയാളുടെ ഈ ഗേൾഫ്രണ്ടിന്റെ പേര് നവോമി. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവരുടെ കല്യാണമാണ്. ഇവളും ഒരു ഡിറ്റക്റ്റീവ് തന്നെയാണ്. ഇതിനു മുമ്പ് എല്ലിന്റെ കൂടെയായിരുന്നു അവൾ വർക്ക് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പം ഇവള് ജോലിയൊന്നും ചെയ്യുന്നില്ല, ഇവന്റെ കൂടെ തന്നെയാണ്. ഈ സമയം തന്നെ ലൈറ്റ് ആണെങ്കിൽ അവന്റെ വീട്ടിൽ അവന്റെ റൂമിലിരിക്കുകയാണ്. ആ റിയൂക്ക് അവന്റെ കൂടെയുണ്ട്. ഇപ്പൊ ലൈറ്റിനൊരു കാര്യം മനസ്സിലായി. അവനെ ഫോളോ ചെയ്തു വന്ന ആ FBI ഉദ്യോഗസ്ഥനുണ്ടല്ലോ, അയാളെ അയച്ചിരിക്കുന്നത് ആ എല്ല് തന്നെയാണ്. മാത്രമല്ല അയാളെ കൂടാതെ വേറെയും ചില ആൾക്കാരും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും എന്ന കാര്യം അവന് ഉറപ്പായി. ഇപ്പൊ റൈ ഇവനെ ഫോളോ ചെയ്ത സ്ഥിതിക്ക് ഉടനെ തന്നെ റൈനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഇവനാണ് കിറ എന്ന കാര്യം എല്ലിന് മനസ്സിലാവും. അതുകൊണ്ട് അയാൾ ഉടനെ കൊല്ലാൻ പറ്റത്തില്ല. എങ്കിലും ബാക്കിയുള്ള FBI ഉദ്യോഗസ്ഥന്മാരെ ഉടനെ തന്നെ കണ്ടെത്തി അവരെ കൊന്നുകളയണം. അതിനുവേണ്ടി ഒരു പ്ലാനാണ് ഇപ്പൊ അവനുണ്ടാക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി നവോമി റൈനെയും കൂട്ടി ഇപ്പൊ ഒരു പള്ളിയിലച്ചനെ കാണാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അവളുടെ കയ്യിൽ ഇവരുടെ കല്യാണക്കത്ത് ഇരിക്കുന്നുണ്ട്. അവളിപ്പോൾ റൈനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് പുറത്തൊരു സോഫയിലിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് വളരെ അർജന്റായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്നും പറഞ്ഞിട്ട് റൈ അങ്ങോട്ട് വരുന്നത്. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് റൈ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ റൈ നേരെ പോകുന്നത് മെട്രോ സ്റ്റേഷനിലേക്കാണ്. എന്നിട്ട് അവനൊരു ട്രെയിനിൻ്റെ അകത്ത് കയറി. പക്ഷെ ഇവന്റെ കാര്യത്തിൽ നവോമിക്ക് എന്തൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അവളും ഇവനെ ഫോളോ ചെയ്ത് അങ്ങോട്ട് വന്നു. എന്നിട്ട് ഇവൻ കാണാതെ അവളും ആ ട്രെയിനിലേക്ക് കയറി. ഇപ്പൊ റൈ ഇങ്ങോട്ട് വരാനുള്ള കാരണം കിറയാണ്, അതായത് ലൈറ്റ്. അങ്ങനെ ലൈറ്റ് പറഞ്ഞത് പ്രകാരം റൈ ഇപ്പം ആ ട്രെയിനിനകത്ത് നിന്നും ഒരു എൻവലപ്പ് എടുത്തു. എന്നിട്ട് അയാൾ അവിടെയുള്ള ഒരു സീറ്റിലേക്ക് ഇരിക്കുകയാണ്. ഈ സമയം അയാളുടെ അപ്പുറത്തായിട്ട് വേറൊരുത്തിനും ഒരു പുസ്തകം വായിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ റൈ ഇപ്പം ആ എൻവലപ്പ് തുറന്നു. അതിനകത്തുണ്ടായിരുന്നത് ഒരു വയർലെസ് ഫോണും കുറച്ച് പേപ്പറുകളുമാണ്. ആ പേപ്പറിന്റെ മുമ്പാകത്ത് തന്നെ കിരയുടെ ഒരു മെസ്സേജും ഉണ്ട്. ഇനി നമുക്ക് തമ്മിൽ ഈ വയർലെസ്സിൽ സംസാരിക്കാന്ന്. അതിന് തുറന്ന് റൈ ഇപ്പം ഫോൺ എടുത്തു. ഈ സമയം കിര അവനോട് സംസാരിക്കാൻ തുടങ്ങി. അവരിയ്ക്കുന്ന കമ്പാർട്ട്മെന്റിന്റെ അപ്പുറത്തായിട്ടാണ് കിര നിൽക്കുന്നത്, ഒരു പേപ്പറും വായിച്ചുകൊണ്ട്. അന്ന് അതുമാത്രം റൈ കാണുന്നില്ല. ഈ സമയം ഞാനാണ് കിര എന്ന് ലൈറ്റ് പറയുമ്പം റൈ അവനോട് ചോദിക്കുന്നത് അതെങ്ങനെ ഞാൻ ഉറപ്പിക്കുന്നതാണ്. അവന്റെ ആ ചോദ്യം കേൾക്കുമ്പം ലൈറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ അടുത്തിരിക്കുന്ന ആളുണ്ടല്ലോ, ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത്, അവനൊരു പിടികിട്ടാപ്പുള്ളിയാണ്. ഞാൻ ഇപ്പൊ നിന്റെ മുമ്പിൽ വെച്ചിട്ട് അവനെ കൊല്ലാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് അവന്റെ പണി തുടങ്ങി. അതിന് തുറന്ന് അയാൾ ഉടനെ തന്നെ അറ്റാക്ക് വന്ന് മരിക്കുകയും ചെയ്തു. അതിൽ നിന്നും കിര തന്നെയാണ് തന്നോട് സംസാരിക്കുന്നത് എന്ന കാര്യം റൈക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ലൈറ്റ് പറയുന്നത്, നിന്നെ കൂടാതെ വേറെ FBI ഉദ്യോഗസ്ഥന്മാർ ഈ ജപ്പാനിലുണ്ട് എന്ന കാര്യം എനിക്കറിയാം. നീ ഉടനെ തന്നെ നിന്റെ ലാപ്ടോപ്പിൽ നിന്നും അവരുടെ ഡീറ്റെയിൽസ് എടുത്ത്, ഞാൻ നിനക്ക് കുറെ പേപ്പറുകൾ തന്നിട്ടുണ്ടല്ലോ, അതിലിങ്ങനെ ഓരോരോ കള്ളികളുണ്ട്, അതിലേക്ക് എഴുതി വെക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവരുടെ മുഖം മനസ്സിൽ ഓർത്തിട്ട് വേണം അതിലേക്ക് എഴുതാൻ. ഇത്രയും നിർദ്ദേശങ്ങളാണ് ലൈറ്റ് ഇപ്പോൾ അവന് കൊടുക്കുന്നത്. അവൻ പറയുന്ന അനുസരിക്കാന്നല്ലാതെ റൈയുടെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗവുമില്ല. അങ്ങനെ റൈ ഇപ്പം ആ പേരുകളൊക്കെ ആ പേപ്പറിലേക്ക് എഴുതാൻ തുടങ്ങി. മൊത്തം 11 പേരുണ്ടായിരുന്നത്. ഇവന് ഈ എഴുതുന്ന പേപ്പർ ഡെത്ത് നോട്ടിന്റെ പേജാണ്. ആ കാര്യമൊന്നും ഈ റൈക്ക് അറിയത്തില്ല. അങ്ങനെ ആ പേരൊക്കെ എഴുതി കഴിയുമ്പം ആ എൻവലപ്പ് കിട്ടിയ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് അവനോട് പറയുന്നത്. റൈ ആണെങ്കിൽ അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ട്രെയിൻ അടുത്ത് സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ റൈ വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ഈ സമയത്താണ് നവോമി അവനെ വിളിക്കുന്നത്. ഈ സമയം അവൾ അങ്ങോട്ട് വന്നു കാണുമ്പോൾ അവനൊരു ഞെട്ടലായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അവന് നെഞ്ചുവേദന എടുക്കുന്നത്. അതിനെ തുറന്ന് റൈ ഇപ്പൊ താഴേക്ക് വീണു. അവൻ താഴേക്ക് വീണത് കണ്ടപ്പോൾ നവോമിയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടിയെത്തി. അങ്ങനെ അവൻ മരിക്കാൻ നേരത്തെ അവസാനമായിട്ട് കാണുന്നത് ട്രെയിനിന്റെ വാതിൽക്കൽ നിൽക്കുന്ന ലൈറ്റിനെയാണ്. അപ്പൊ ഇവനായിരുന്നു കിര എന്ന കാര്യം റൈക്ക് മനസ്സിലായി. എന്നാൽ അപ്പോഴേക്കും അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ ട്രെയിൻ അവിടെ നിന്ന് മൂവ് ആയി കഴിയുമ്പോൾ ലൈറ്റ് ചെന്ന് റൈ വെച്ച് ആ എൻവലപ്പ് എടുത്തു. എന്നിട്ട് അതിലെ പേരുകളൊക്കെ വായിച്ചു നോക്കുകയാണ്. ഇതേസമയം തന്നെ ജപ്പാനിലേക്ക് വന്ന 11 FBI ഉദ്യോഗസ്ഥന്മാരും ജപ്പാനിലെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പൊ ആ പേരൊക്കെ അതിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഓരോരുത്തരായിട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയായിരിക്കും റൈ മരിച്ചതെന്ന്. റൈ ഒരിക്കലും അവന്റെ പേര് അതിൽ എഴുതിയിട്ടില്ല. എന്നാൽ റൈന്റെ പേര് നേരത്തെ തന്നെ ലൈറ്റ് ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ലൈറ്റ് റൈനെ ഈ ട്രാപ്പിൽ പെടുത്തിയത് മറ്റേ 11 ഉദ്യോഗസ്ഥന്മാർ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും മരിച്ച ശേഷം റൈ മരിച്ചാൽ മതി എന്ന രീതിയിലായിരുന്നു ലൈറ്റ് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അതുപോലെയൊക്കെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ലൈറ്റ് ആണ് ഇതിന്റെ പുറകിൽ എന്ന കാര്യം ആർക്കും ഒരു ഡൗട്ടും ഇല്ല. അങ്ങനെ ഈ സംഭവങ്ങൾക്ക് ശേഷം യാഗാമി ഇപ്പം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്.
അയാളിപ്പോൾ എല്ലാവരോടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 11 FBI ഉദ്യോഗസ്ഥന്മാർ മരിച്ച കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ആ കിര ഇപ്പം കുറ്റവാളികളുടെ മാത്രം പുറകിലല്ല. അവനെ ആരാണോ എതിർക്കുന്നത് അവരെല്ലാവരെയും അവൻ കൊന്നു കളയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ജീവനും ഭീഷണിയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പേടി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പേടിയുള്ളവരാരും ഇവിടെ ഇരിക്കണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കത്തില്ല. പേടിയുള്ളവർക്കൊക്കെ പോവാം, ഇതൊരിക്കലും നിങ്ങളുടെ ജോലിയെ ബാധിക്കത്തില്ല എന്നൊക്കെയാണ് യാഗാമി അവിടുന്ന് പറയുന്നത്. അതിന് തുടർന്ന് കുറെ ഉദ്യോഗസ്ഥന്മാർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഇനിയിപ്പോൾ അവിടെ ബാക്കിയുള്ളത് യാഗാമിയെ കൂടാതെ 6 പേരാണ്. അങ്ങനെ 6 പേരുടെ കൂടെ യാഗാമി ഇന്ന് അവിടെ ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ വെച്ചിരിക്കുന്ന എല്ലിന്റെ ലാപ്ടോപ്പ് ശബ്ദിക്കുന്നത്. എല്ലിപ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ യാഗാമിക്ക് ശരിക്കും ദേഷ്യം വന്നു. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, പക്ഷെ നിങ്ങൾ ആരാണ് എന്ന കാര്യം ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പേടിയാണെന്നല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മുഖം കാണിക്കാത്തത്? യാഗാമിയുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചത് കറക്റ്റാണ് യാഗാമി. ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ മുഖം കാണിക്കാത്തത് തെറ്റായിപ്പോയി. പക്ഷെ അതുകൊണ്ട് ഇനി നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സംഭാഷണം അവസാനിപ്പിച്ചു. അതിനുശേഷം എല്ലിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടല്ലോ അവിടെ, വട്ടാരി, അയാളിപ്പോൾ ആ യാഗാമിയും കൂട്ടരെയും കൂട്ടി നേരെ എല്ലിന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ എല്ലിന്റെ വീട്ടിലെത്തി കഴിയുമ്പോൾ അവർ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഈ എല്ലെന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്, അതായത് ലൈറ്റിന്റെ അതേ പ്രായമുള്ളൊരു പയ്യൻ. അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെട്ടതിന് ശേഷം എല്ലിപ്പം വേറെ ചില കാര്യങ്ങൾ കൂടെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളിപ്പോൾ എല്ലാവരും നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തിയല്ലോ, ഒരിക്കലും ഇതിനെ ആവർത്തിക്കരുത്. കാരണം കിരയ്ക്ക് ഒരാളെ കൊല്ലാൻ അയാളുടെ പേരും അയാളുടെ രൂപം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നും മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ട് ഇനി മേലാൽ നിങ്ങളുടെ യഥാർത്ഥ പേരുകൾ ആരോടും പറയരുത്. ഇനിയിപ്പോൾ എൻ്റെ പേരെന്താണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. പക്ഷെ എൻ്റെ യഥാർത്ഥ പേര് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ റിയൂസാക്കി എന്ന് വിളിക്കാം എന്നാണ് എല്ലാവരുടെ അടുത്ത് പറയുന്നത്. ഇതേസമയം തന്നെ മരിച്ചുപോയ റേയുടെ ആ ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ, നവോമി, അവളിപ്പം അയാളുടെ മരണകാരണം അന്വേഷിച്ച് നടക്കുകയാണ്. ഇപ്പോൾ ഒരു ലൈബ്രറിയിൽ വെച്ച് അവൾക്കൊരു പത്ര റിപ്പോർട്ട് കിട്ടി. അത് ആ ബസ്സിൽ വെച്ചിട്ട് ഒരാൾ കൊലപ്പെട്ടില്ലായിരുന്നു, അയാളുടെ ഡീറ്റെയിൽസ് ആണ്. അത് വായിച്ചതിന് തുടർന്ന് അവൾ നേരെ ആ ബസ് ഡ്രൈവറെ കാണാനാണ് പോകുന്നത്. എന്നിട്ട് ആ ബസ് ഡ്രൈവറുടെ അടുത്ത് നവോമി ചോദിക്കുന്നത് റൈ ബസ്സിലേക്ക് കയറിയതിന് ശേഷമുള്ള കാര്യമാണ്. മാത്രമല്ല ബസ്സിലുണ്ടായിരുന്ന ലൈറ്റിന്റെ അവന്റെ ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോയും കൂടെ അവൾ പൈക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരെ കണ്ടപ്പോൾ തന്നെ അയാളത് തിരിച്ചറിയുകയും ചെയ്തു. ഇവരെ എനിക്കറിയാം, നിങ്ങളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് ഇവർ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ആ കുറ്റവാളി അവരുടെ അടുത്തേക്ക് പോയത്. എന്നാൽ അയാളെ കണ്ട് ഇതിലിരിക്കുന്ന ഈ പയ്യന് ഒരു പേടി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള ചില ഡീറ്റെയിൽസ് ആണ് ആ ബസ് ഡ്രൈവർ അവളുടെ അടുത്ത് പറയുന്നത്. അതിൽ നിന്നും ഈ ലൈറ്റ് തന്നെയാണ് കിര എന്ന കാര്യം നവമിക്ക് ഏകദേശം ഉറപ്പായി. അങ്ങനെ സമയം രാത്രി എല്ലിപ്പോൾ അവന്റെ വീട്ടിലിരുന്ന് ആ മെട്രോ സ്റ്റേഷനിലെ CCTV ഫൂട്ടേജ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ CCTV ഫൂട്ടേജിൽ റൈ നെഞ്ചുവേദന കാരണം താഴേക്ക് വീഴുന്നൊക്കെ അവന് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല നവമി അങ്ങോട്ട് ഓടി വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ എല്ലിന്റെ കൂടെയായിരുന്നു നവമി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൾ പിരിഞ്ഞു പോയതിന് ശേഷം കുറെ കാലത്തിന് ശേഷമാണ് ഈ വീഡിയോ ഫൂട്ടേജിൽ അവൻ അവളെ കാണുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അവൻ യാഗാമിയും ടീമിനെ അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് അവൻ സംശയിക്കുന്ന ചില ആൾക്കാരുടെ ഫോട്ടോസൊക്കെ അവൻ ആ യാഗാമിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ ഈ പോലീസ് ചീഫിന്റെ ഫാമിലിയിലുള്ള ആൾക്കാരും അതേപോലെ അസിസ്റ്റന്റ് ചീഫിന്റെ ഫാമിലിയുള്ള ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ലൈറ്റും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അത് കാണിച്ചു കൊടുത്തതിന് ശേഷം എല്ലിപ്പ് ആ CCTV ഫൂട്ടേജും കൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്നത്, ആ റൈ താഴെ വീണ് കഴിഞ്ഞപ്പം അവൻ വിരല് ചൂണ്ടുന്നുണ്ടല്ലേ, അത് ആ ട്രെയിനിന്റെ വാതിൽക്കലേക്കാണ്. അതിന്റെ അർത്ഥം കിര അവിടെ നിൽക്കുന്നുണ്ടായിരുന്നെന്നാണ്. പിന്നെ അവന്റെ അടുത്തേക്ക് വന്ന ആ പെണ്ണിനെ കണ്ടോ, ഇവളുടെ പേര് നവോമി. ഇവൾ എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാണ്, ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് ഇവള്. അപ്പൊ റൈ വിരല് ചൂണ്ടിയ സ്ഥിതിക്ക് ആ വാതിൽക്കൽ നിൽക്കുന്ന കിരയെ ഇവളും കണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് അവളെ കണ്ടുപിടിക്കണം. മാത്രമല്ല പോലീസ് ചീഫിന്റെയും അസിസ്റ്റന്റ് ചീഫിന്റെയും വീട്ടിൽ മൊത്തം ക്യാമറ സെറ്റ് ചെയ്യണം. എല്ലാവരെയും നമുക്ക് നിരീക്ഷിക്കേണ്ടതാണ് എന്നൊക്കെയാണ് എല്ലു പറയുന്നത്. അവരാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസമായി നവോമി ഇപ്പം ലൈറ്റിന്റെ ഗേൾഫ്രണ്ടായ ആ ഷിയോരി അന്വേഷിച്ച് കണ്ടുപിടിച്ചു. എന്റെ നവോമി ഇപ്പോൾ അവളോട് പറയുന്നത്, എന്റെ ഹസ്ബൻഡ് കൊല്ലപ്പെട്ടു ഒരു ട്രെയിനിൽ വെച്ച്, അവനെ കൊന്നത് കിരയാണ് എന്ന കാര്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കിര അന്വേഷിച്ച് എനിക്ക് കണ്ടുപിടിക്കണം, അതിന് നീയും എന്നെ സഹായിക്കണം. പക്ഷെ അതിനു മുമ്പായിട്ട് നിന്റെ ബോയ് ഫ്രണ്ടായ ലൈറ്റ് ഉണ്ടല്ലോ, അവനെ എനിക്കൊന്ന് കാണണം എന്നാണ് നവോമി പറയുന്നത്. ഷിയോരി ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. ഇതേസമയം തന്നെ ലൈറ്റ് ആണെങ്കിൽ അവന്റെ വീട്ടിലിരുന്ന് ചില ആൾക്കാർ മരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആ ഡെത്ത് നോട്ടിൽ ഇങ്ങനെ എഴുതി വെക്കുകയാണ്. അടുത്ത ആഴ്ചയാണ് ഇവരെ കൊല്ലപ്പെടേണ്ടത് എന്ന രീതിയിലാണ് അവൻ എഴുതുന്നത്. എന്നാൽ അതെല്ലാം കാണുമ്പോൾ ആ റിയൂക്ക് അങ്ങോട്ട് വന്നു. നീ എന്തിനാണ് അടുത്ത ആഴ്ച കൊല്ലപ്പെടേണ്ട ആളുടെ പേര് ഇപ്പൊ തന്നെ എഴുതുന്നത്? അതേക്കുമ്പോൾ അത് മറ്റൊന്നും കൊണ്ടല്ല റിയൂക്ക്, പോലീസ് ഇപ്പം എന്റെ പുറകിലുണ്ട്. എങ്ങാനും അവരെന്നെ പിടിക്കുകയോ അല്ലെങ്കിൽ നിരീക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പുസ്തകത്തിൽ എഴുതാൻ പറ്റത്തില്ല. മാത്രമല്ല അവരെന്നെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഈ ആൾക്കാർ കൊല്ലപ്പെടുമ്പോൾ അവർക്ക് എന്നെ സംശയിക്കാനും പറ്റത്തില്ല എന്നാണ് ലൈറ്റ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അത് നല്ലൊരു ആശയമാണ് എന്ന് റിയൂക്കിനും മനസ്സിലായി. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ TV-യിൽ ഒരു കുക്കറി ഷോ കാണിക്കുന്നുണ്ട്. അതിന്റെ അവതാരികയുടെ പേര് മിസ എന്നാണ്. അങ്ങനെ ഇന്നത്തെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മിസ ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ ഈ സമയം തന്നെ ഇവളെ ശ്രദ്ധിച്ചുകൊണ്ട് വേറൊരുത്തൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഈ ടീമിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അയാൾ കുറേ ദിവസമായിട്ട് ഇവിടെ വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ലൈറ്റ് ഇപ്പോൾ അവിടുത്തെ ഒരു പാർക്കിലിരിക്കുമ്പോൾ ഷിയർ ഇപ്പം നവോമിനെയും കൂട്ടി അവനെ പരിചയപ്പെടാൻ വേണ്ടി അവിടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ നവോമി ഇപ്പം ലൈറ്റിനെ പരിചയപ്പെട്ടു.
ഞാനൊരു പത്ര റിപ്പോർട്ടറാണ്. നേരത്തെ മരിച്ചുപോയ ആ റൈ എന്നു പേരുള്ള ഒരു FBI ഏജന്റ് ഉണ്ടല്ലോ, പുള്ളിയുടെ മരണത്തിനെ കുറിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനിലാണ് ഞാൻ എന്നും പറഞ്ഞിട്ട് അവൾ അവളുടെ കാർഡ് എടുത്ത് ലൈറ്റിന് കൊടുത്തു. അങ്ങനെ ലൈറ്റ് ആ കാർഡ് പിടിച്ച് നോക്കുമ്പോഴാണ് നവോമി മറ്റു ചില കാര്യങ്ങൾ പറയുന്നത്. അന്ന് ഈ റൈ കൊല്ലപ്പെട്ട സമയത്ത് നീയും ആ ട്രെയിനിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നീയല്ല അവനെ കൊന്നത്, നീയല്ല കീര എന്നിങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ് നവോമി ഇപ്പൊ ലൈറ്റിന്റെ അടുത്ത് ചോദിക്കുന്നത്. പെട്ടെന്ന് അവൾ അങ്ങനെ ചോദിച്ചപ്പം ആദ്യം ഒന്ന് പതറിയെങ്കിലും അവനത് പുറത്ത് കാണിക്കുന്നില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊടുക്കും കേട്ടോ എന്നും പറഞ്ഞിട്ട് അവൻ അവന്റെ പേഴ്സിൽ നിന്നും ഒരു ചെറിയ പേപ്പർ എടുത്തു. അത് ആ ഡെത്ത് നോട്ടിന്റെ ഒരു കഷ്ണം പേപ്പറാണ്. ഇവക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് ഉടനെ തന്നെ അവളെ കൊന്നുകളയാം എന്നാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അവളിപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആ വിസിറ്റിംഗ് കാർഡിലെ പേര് നോക്കി അവളുടെ ഡീറ്റെയിൽസും അവൾ എങ്ങനെയാണ് മരിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ആ പേപ്പറിൽ എഴുതി വെക്കുകയാണ്. പക്ഷെ അവൻ എന്താണ് എഴുതുന്നത് എന്നൊന്നും അവൾ കാണുന്നില്ല. അങ്ങനെ അതൊക്കെ എഴുതിയതിനു ശേഷം വാ നമുക്ക് പോവാന്നും പറഞ്ഞിട്ട് അവൻ ഷിയോരേനും കൂട്ടി അവിടെ നടന്നു. എന്നാൽ ഈ സമയത്താണ് നവോമി അവനെ വിളിക്കുന്നത്. ഇല്ല കിര, നിനക്ക് ഒരിക്കലും എന്നെ കൊല്ലാൻ പറ്റത്തില്ല. കാരണം ഞാൻ നിനക്ക് പറഞ്ഞു തന്നത് എന്റെ തെറ്റായ പേരാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ FBI ഏജന്റ് ഉണ്ടല്ലോ റൈ, ഞാൻ അവനെ കല്യാണം കഴിക്കാതിരിക്കുകയായിരുന്നു. അവനെയാണ് നീ കൊന്നു കളഞ്ഞത്. പക്ഷെ അതിന് തെളിവൊന്നുമില്ല. പക്ഷെ ഉറപ്പായിട്ട് ഞാനത് കണ്ടുപിടിക്കും. നീ തന്നെയാണ് കിര എന്ന് ഞാൻ തെളിയിച്ചിരിക്കും എന്നും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോയി. അതൊക്കെ കേട്ട് ലൈറ്റ് ആണെങ്കിൽ ശരിക്കും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ലൈറ്റ് ഇപ്പൊ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് എത്തി. എന്നാൽ അവന്റെ റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അവൻ താഴെ ഒടിഞ്ഞു കിടക്കുന്ന 2 കമ്പുകൾ കാണുന്നത്. ഇതുവൻ നേരത്തെ ആ വാതിൽ സെറ്റ് ചെയ്ത് വെച്ചാണ്. ആരെങ്കിലും വാതിൽ തുറക്കുകയാണെങ്കിൽ അതറിയാൻ വേണ്ടി. ഇപ്പൊ അത് മുറിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ആരോ തന്റെ റൂമിലേക്ക് കയറിയിട്ടുണ്ടെന്നും ക്യാമറകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെന്നും എല്ലാ കാര്യങ്ങളും അവന് മനസ്സിലായി. ഈ സമയം തന്നെ എല്ലാം ടീമും അവന്റെ റൂമിലിരുന്ന് ആ CCTV ക്യാമറ വഴി ലൈറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ തുടങ്ങി. പക്ഷെ ഇതുവരെയായിട്ടും ലൈറ്റിന്റെ കാര്യത്തിൽ അവർക്ക് ഒരു സംശയം തോന്നിയിട്ടില്ല. സംശയകരമായിട്ടുള്ള ഒരു കാര്യം അവൻ അവിടെ ചെയ്യുന്നുമില്ല. ഇതെല്ലാം കാണുമ്പോൾ യാഗാമി ചോദിക്കുന്നത്, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് എന്റെ മകനാണ് കിര എന്ന് ഉറപ്പിക്കാൻ പോകുന്നത്? അതേക്ക് നെല്ല് പറയുന്നത്, ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു മരണം സംഭവിക്കുമല്ലോ, അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ ആൾക്കാർ കൊല്ലപ്പെട്ടതെന്ന്. അങ്ങനെ നമുക്ക് ഉറപ്പിക്കാം എന്നാണ് എല്ലു പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ വട്ടാറി എവിടെ ഇരിക്കുമ്പോഴാണ് അയാളുടെ ഫോണിലൊരു മെസ്സേജ് വരുന്നത്. ജയിലിൽ കിടക്കുന്ന 2-3 ആൾക്കാർ കൊല്ലപ്പെട്ടു വന്നു. ആ കാര്യം അയാൾ ഉടനെ തന്നെ വന്ന് എല്ലിന്റെ അടുത്ത് പറയുകയും ചെയ്തു. എന്നാൽ അവർ നോക്കുമ്പോൾ ലൈറ്റ് ഒന്നും ചെയ്തതായിട്ട് അവർക്ക് കാണാനും പറ്റുന്നില്ല. പക്ഷെ ഇത് നേരത്തെ തന്നെ ലൈറ്റ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആൾക്കാർ മരിക്കേണ്ട കാര്യങ്ങളൊക്കെ. അങ്ങനെ മരിച്ചതാണ്. ഇപ്പൊ ലൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് കാണുമ്പോൾ യാഗാമിക്ക് ഭയങ്കര സന്തോഷമായി. അയാളിപ്പോൾ എല്ലിനോട് ചോദിക്കുന്നത്, ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ മകനല്ല കിര എന്ന്? അതേക്ക് നെല്ല് പറയുന്നത്, അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ, ഈ കിരയെ സംബന്ധിച്ച് സമയം അവനൊരു പ്രശ്നമല്ല. നമ്മൾ ഇപ്പോഴല്ലേ ക്യാമറ സെറ്റ് ചെയ്തത്, കുറച്ച് ദിവസങ്ങൾ കൂടെ നമുക്ക് അവനെ നിരീക്ഷിക്കാം, എന്നിട്ട് വല്ല മരണങ്ങളും നടക്കുന്നുണ്ടോ നോക്കാം, എങ്കിൽ മാത്രമേ നമുക്കത് ഉറപ്പിക്കാൻ പറ്റൂ എന്നാണ് എല്ലു പറയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു. ലൈറ്റ് ഇപ്പോൾ അവന്റെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എനിക്കിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുത്തെ ഷെൽഫിൽ നിന്ന് ഒരു പാക്കറ്റ് ചിപ്സ് എടുത്തു. എന്നെ ആരും ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞ് അവൻ അവന്റെ റൂമിലേക്ക് വന്നു. അങ്ങനെ റൂമിലേക്ക് എത്തിയതിനു ശേഷം അവൻ ആ ചിപ്സിന്റെ പാക്കറ്റ് അവിടുത്തെ ടേബിളിൽ വെച്ചു. എന്നിട്ട് ആ ചിപ്സ് ഓരോന്ന് കഴിച്ചുകൊണ്ട് അവന്റെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം എല്ലും ടീമും അവന്റെ വീട്ടിലിരുന്ന് കാണുന്നുമുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഇപ്പൊ ലൈറ്റിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടിവിയിൽ ഒരു ന്യൂസ് കാണിക്കുന്നത്. അതിലേതൊരു ചെറിയ പെൺകുട്ടിയെ കൊന്ന ഒരുത്തിന്റെ കാര്യമാണ് പറയുന്നത്. മാത്രമല്ല അവന്റെ ഡീറ്റെയിൽസും ടിവിയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലും ടീമും അത് തന്നെ ശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ന്യൂസ് വരുന്നത്. അതായത് ആ കൊലപാതകി കൊല്ലപ്പെട്ടു. അവരിപ്പോ CCTV ക്യാമറ വഴി ലൈറ്റിൽ നോക്കുമ്പോൾ അവനാണെങ്കിൽ ഇതുവരെയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവനിപ്പോഴും ആ ചിപ്സ് നിന്നുകൊണ്ട് അവന്റെ കമ്പ്യൂട്ടറിന് മുമ്പിൽ തന്നെ ഇരിക്കുകയാണ്. അതിൽ നിന്നും അപ്പൊ കിര ഈ ലൈറ്റ് അല്ല എന്ന കാര്യം യാഗാമിക്കും കൂട്ടർക്കും മനസ്സിലായി. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ഈ ലൈറ്റ് തന്നെയാണ് ആ കുറ്റവാളിയും കൊന്നത്. അവൻ അവിടെ ചെറിയ ഉടായ്പ നടത്തിയിട്ടുണ്ട്. അതായത് അവന്റെ ടേബിളിലാവൻ വെച്ചിരിക്കുന്ന ആ ചിപ്സിന്റെ കവറുണ്ടല്ലോ, അതിനകത്താണ് അവൻ ആ ഡെത്ത് നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല അതിനകത്ത് വെച്ചിരിക്കുന്ന അവന്റെ മൊബൈലിൽ ആ കുറ്റവാളിയുടെ ഫോട്ടോയും കാണാം. നേരത്തെ അവൻ ചിപ്സ് എടുത്ത് കഴിക്കുന്ന പോലെ കാണിച്ചത് അവൻ ആ കുറ്റവാളിയുടെ പേര് അതിൽ എഴുതുമായിരുന്നു. പക്ഷെ ആരും ഇത് കണ്ടിട്ടില്ല. എന്നപ്പോ യാഗാമയും കൂട്ടരും കിര അവനെല്ലാം ഉറപ്പിച്ചെങ്കിലും എല്ലിന് ഇപ്പോഴും അവനെ കുറിച്ചുള്ള സംശയം അങ്ങോട്ട് മാറിയിട്ടില്ല. പക്ഷെ അതിന് തെളിവില്ലാത്തതുകൊണ്ട് അവനൊന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി എല്ലിപ്പം അവന്റെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അതിനിടയിലാണ് അവനൊരു കോള് വരുന്നത്. അതാ നവോമി ആയിരുന്നു. അവളിപ്പോൾ അവനോട് പറയുന്നത് ആ ലൈറ്റ് തന്നെയാണ് കിര, അത് ഞാൻ നിനക്ക് തെളിയിച്ചു തരാമെന്നാണ്. അത്രയും പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം അടുത്ത കോള് വരുന്നത് ലൈറ്റിനാണ്. അവനെ വിളിക്കുന്നതോ അവന്റെ ഗേൾഫ്രണ്ടായ ഷിയോരി. അവൾ പറയുന്നത്, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, നീ ആർട്ട് ഗാലറിയിലേക്ക് വരണമെന്നാണ്. അത്രയും പറഞ്ഞിട്ട് അവളും ഫോൺ കട്ട് ചെയ്തു. എന്നാൽ ഷിയോറിയെ കൊണ്ട് ലൈറ്റിനെ വിളിപ്പിച്ചത് ആ നവോമിയാണ്. അവളുടെ കയ്യിലൊരു തോക്കുണ്ട്. പേടിച്ചിട്ടാണ് നവോമി പറഞ്ഞതുപോലെ ഷിയോറി ഇപ്പൊ ലൈറ്റിനെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഷിയോറി പറഞ്ഞതുപോലെ ലൈറ്റ് ഇപ്പൊ ആർട്ട് ഗാലറിയിലേക്ക് എത്തി. എന്നാൽ അതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ അവൻ ഞെട്ടിപ്പോയി. ആ നവോമി ഇപ്പം ഷിയോറിയെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവളുടെ കയ്യിലൊരു തോക്കുണ്ട്. അത് കണ്ട് ലൈറ്റിനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്നാൽ ഈ സമയം നവോമി ലൈറ്റിന്റെ അടുത്ത് പറയുന്നത്, നീയാണ് ആ കിര എന്ന് ഇവിടെ വെച്ചിട്ട് കൺഫ്യൂസ് ചെയ്യാനാണ്. പക്ഷെ അങ്ങനെ ചെയ്താൽ അത് മണ്ടത്തരമാവും എന്ന കാര്യം ലൈറ്റിനറിയാം. പക്ഷെ അവളെ കൊല്ലാനും പറ്റത്തില്ല. അതിനുവേണ്ടി അവൻ അവന്റെ പെന്നെടുത്തു ആ പേപ്പറിൽ എഴുതാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ കൊന്നു കഴിഞ്ഞാലും പണിയാണ് എന്ന കാര്യം അവന് മനസ്സിലായി.
എന്നാൽ ഈ സമയത്താണ് പെട്ടെന്ന് ഷിയോരി അവളുടെ കൈയും വെട്ടിച്ചിട്ട് നേരെ ലൈറ്റിന്റെ അടുത്തേക്ക് ഓടുന്നത്. അതാരും പ്രതീക്ഷിച്ചതല്ല. അത് കണ്ടത് നവോമി അവളുടെ തോക്കെടുത്തിട്ട് ഷിയോരിക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. കറക്റ്റായിട്ട് അവളുടെ നെഞ്ചിന് തന്നെ വെടികൊള്ളുകയും ചെയ്തു. അങ്ങനെ ലൈറ്റ് വന്ന് ഷിയോരിയെ പിടിച്ചു. അതിനെ തുടർന്ന് അവൾ മരിക്കുകയാണ്. അത് കണ്ട് ഉറക്കെ കരയാൻ മാത്രമേ ലൈറ്റിനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. ഈ സമയത്താണ് സംഭവങ്ങളൊക്കെ അറിഞ്ഞ് പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. ഇവർ ഓൾറെഡി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലിന്റെ കൂടെ ഇരുന്ന് ആ CCTV കാണുന്നതാണ്. അതാണ് പെട്ടെന്ന് ഇവരിങ്ങോട്ട് എത്തിയത്. എന്നാൽ പോലീസുകാരൊക്കെ അങ്ങോട്ട് വന്ന് കണ്ടപ്പോൾ നവോമി ആ തോക്കെടുത്ത് സ്വയം വെടിവെച്ച് മരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ മരിച്ച രണ്ടാൾക്കാരുടെയും ബോഡിയൊക്കെ അവിടുന്ന് കൊണ്ടുപോയി. ലൈറ്റ് ഇപ്പം വളരെ വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. അതിനിടയിലാണ് റിയൂക്ക് അവന്റെ അടുത്തേക്ക് വരുന്നത്. റിയൂക്ക് ഇപ്പൊ ലൈറ്റിന്റെ അടുത്ത് ചോദിക്കുന്നത്, ഈ ഒരു പ്രശ്നത്തിൽ ഷിയോരി മരിക്കും എന്ന് നീ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അല്ലേ? എന്നാൽ റിയൂക്കിന് ആ ചോദ്യം കേൾക്കുമ്പോൾ ലൈറ്റ് പറഞ്ഞ കാര്യങ്ങൾ റിയൂക്കിനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നടന്ന മുഴുവൻ സംഭവങ്ങളുണ്ടല്ലോ, അതിന്റെ തുടക്കം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നവോമി ആദ്യമായിട്ട് എല്ലിനെ വിളിച്ചപ്പോഴാണ്. എന്തു വന്നാലും ലൈറ്റ് തന്നെയാണ് കിര എന്ന് ഞാൻ തെളിയിക്കുമെന്ന് പറഞ്ഞത്. അതിനുശേഷമാണല്ലോ നവോമി ഷിയോരിയെ വരട്ടി ലൈറ്റിനെ ഒളിപ്പിച്ചത്. അവിടെ മുതൽ ഇങ്ങോട്ട് നടന്ന മുഴുവൻ കാര്യങ്ങളും, അതായത് ഷിയോരി നവോമിയെ വെടിവെച്ച് കൊന്നതും അതിന് തുടർന്ന് അവൾ സ്വയം വെടിവെച്ച് മരിച്ചൊക്കെ ലൈറ്റ് ആ ബുക്കിൽ എഴുതിയത് കൊണ്ടുണ്ടായതാണ്. അതായത് ലൈറ്റ് തന്നെയാണ് അവന്റെ ഗേൾഫ്രണ്ടിനെ കൊന്നത്. ഗേൾഫ്രണ്ടിനെ കൊല്ലാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റിന് പോലീസിൽ ചേരണം എന്ന് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. ഇപ്പൊ അവന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണല്ലോ അവന്റെ ഗേൾഫ്രണ്ട് മരിച്ചത്. അതെല്ലാരും കാണുകയും ചെയ്തു. അതുകൊണ്ട് ആ ഒരു സഹതാപം കൊണ്ട് അവന് പോലീസിലേക്ക് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ലൈറ്റ് ഇങ്ങനെ പറയുമ്പോൾ റിയൂക്ക് ആണെങ്കിൽ ശരിക്കും അന്തം വിട്ട് നിൽക്കുകയാണ്. നീ എന്നെക്കാളും വലിയൊരു പിശാചാണല്ലോ എന്നാണ് റിയൂക്ക് അവൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ലൈറ്റ് ഇപ്പോൾ അവന്റെ അച്ഛൻ്റെ അടുത്തെത്തി. എന്റെ ലൈറ്റ് അയാളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ കണ്ടില്ലേ, എന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ആ കിര എന്റെ ഗേൾഫ്രണ്ടിനെ കൊന്നത്. അതുകൊണ്ട് അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്നെയും നിങ്ങളുടെ ടീമിൽ ചേർക്കണം എന്നാണ് ലൈറ്റ് പറയുന്നത്. അവന്റെ അച്ഛനത് സമ്മതമായിരുന്നു. എന്നാൽ ഈ സമയത്താണ് ഞങ്ങളുടെ ടീമിലേക്ക് സ്വാഗതം എന്നും പറഞ്ഞിട്ട് എല്ലാം അങ്ങോട്ട് വരുന്നത്. ഇപ്പോഴാണ് ഈ ലൈറ്റും എല്ലും തമ്മിൽ പരസ്പരം കാണുന്നു. നിന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീമിലേക്ക് എടുക്കുന്നതാണ്. നിന്റെ ഈ അറിവുകളുണ്ടല്ലോ, അത് ഞങ്ങളുടെ ടീമിന് ഒരുപാട് ഗുണം ചെയ്യും എന്നാണ് എല്ലു പറയുന്നത്. എന്നാൽ എല്ലാ കാര്യം പറയുമ്പോഴാണ് ലൈറ്റ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എല്ലിന്റെ കയ്യിൽ ഒരു ചിപ്സിന്റെ പാക്കറ്റ് ഉണ്ട്. നേരത്തെ ലൈറ്റിന്റെ കയ്യിലുണ്ടായിരുന്ന അതേ ചിപ്സിന്റെ കവർ. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ എല്ലിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ലൈറ്റ്. ഇനി കാണിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ കുക്കറി ഷോ നടത്തിയ പെണ്ണുണ്ടല്ലോ, മിസ, അവളെയാണ്. അവളിപ്പം ആ അസിസ്റ്റന്റ് ഡയറക്ടർ ഇപ്പൊ ഓടിച്ചൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അവളാണെങ്കിൽ ശരിക്കും പേടിച്ചിട്ടുണ്ട്. ഇയാളുടെ വരവ് അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ അയാളിപ്പോൾ അവളെ കുത്താൻ വേണ്ടി ഒരു കത്തി എടുക്കുമ്പോഴാണ് പെട്ടെന്ന് അയാൾക്ക് അറ്റാക്ക് വന്ന് അയാൾ മരിച്ച് താഴേക്ക് വീഴുന്നത്. അതുകൊണ്ട് മിസയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് മുകളിൽ നിന്നും ഒരു കറുത്ത പുസ്തകം താഴേക്ക് വീഴുന്നത്, ഡെത്ത് നോട്ട്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അടയ്ക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.